ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്തിടെ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ ലോങ് വീഡിയോ തന്നെ കണ്ടാലോ? തീർച്ചയായും ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ഗൂസിയ എന്നാണ്. നമുക്ക് അവളെ സിയ എന്ന് വിളിക്കാം. ഈ ഒരു ജയിലിലാണ്. അവളുടെ മൈൻഡ് വോയിസ് ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ഭർത്താവ് കാരണമാണ് താൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. തന്നെ ഒന്ന് സഹായിച്ചത് പോലുമില്ല. പകരം അത്രത്തോളം അവൻ തന്നെ ഇതിനോടകം ദ്രോഹിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ കുഞ്ഞിനും ജന്മം നൽകേണ്ടി വന്നു എന്നൊക്കെ ഹീറോയിൻ വിചാരിക്കുന്നു. അതിനുശേഷം അവൾ റിലീസ് ആവുന്നതാണ് കാണിക്കുന്നത്. സിയ ആണെങ്കിൽ 1.5 വർഷമായി ജയിലിലായിരുന്നു. കുഞ്ഞിനും ജയിലിൽ വെച്ച് തന്നെയാണ് ജന്മം നൽകിയത്. കുഞ്ഞുമായിട്ടാണ് അവൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ ഇനി മുതൽ തന്റെ കുഞ്ഞിനു വേണ്ടിയാണ് താൻ ജീവിക്കാൻ പോകുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടേക്ക് ഒരു കാർ പാഞ്ഞു വരുന്നുണ്ട്. ഹീറോയിനോട് സംസാരിക്കാനും അവളെ പിക്ക് ചെയ്യാനുമായിട്ട് അവളുടെ ഹസ്ബൻഡായ ലീ ആണ് അവിടേക്ക് വരുന്നത്. അവൾക്ക് കുഞ്ഞു ജനിച്ച വിവരമൊന്നും ലീക്ക് അറിയില്ല. അവൻ തന്നെയാണ് അവളെ ജയിലിലേക്ക് പറഞ്ഞയച്ചതും. എന്നിട്ടിപ്പോൾ അവളെ കാണാനും സംസാരിക്കാനായി വന്നിരിക്കുകയാണ്. സമയം ഒരുപാടായല്ലോ, ഇതുവരെ അവള് റിലീസ് ആയില്ലേ എന്ന് അസിസ്റ്റന്റിനോട് അയാൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് തന്നെയാണ് മാഡം റിലീസ് ആവുന്നതെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് അസിസ്റ്റന്റും മറുപടി നൽകുന്നു. അപ്പോൾ ലീ ആവട്ടെ, അവളിപ്പോൾ വരട്ടെ, സമയമായല്ലോ. എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവൾ എന്ത് മറുപടിയാണ് മുഖത്ത് നോക്കി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയണം. എന്തായാലും അവൾ എന്റെ വൈഫ് ആയിപ്പോയല്ലോ എന്നൊക്കെ ലീ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിൻ ഇതേ സമയം തന്നെ കുഞ്ഞുമായ ഒരു ബസ്സിലേക്ക് കയറിയിരുന്നു. അസിസ്റ്റന്റ് അത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് മേഡമായിരിക്കാൻ സാധ്യതയില്ല. അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ടല്ലോ, മറ്റേതെങ്കിലും സ്ത്രീ ആയിരിക്കാം. കാരണം ബോസും മേഡവുമായി അത്ര നല്ല റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നല്ലോ എന്ന് തന്നെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നു. ബസ് പോകുന്ന സമയത്ത് സിയയുടെ ഫേസ് ആവട്ടെ ലീ കാണുന്നുണ്ട്. പക്ഷെ കയ്യിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അത് മറ്റേതോ ഒരു സ്ത്രീ ആയിരിക്കാമെന്ന് അവനും കരുതുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ ലീയെ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചതാണ്. പക്ഷെ ലീ അത്ര നല്ല ക്യാരക്ടർ ഒന്നുമുള്ള ആളല്ല. കാരണം അവൻ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി സംസാരിക്കാറില്ല. അതുപോലെ ഹീറോയിനെയും അവളുടെ ഫീലിങ്സിനെയും അവൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. എന്തിനാ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നത്? മുത്തശ്ശിയും ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരും എന്നെ ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിൻ വളരെ സ്നേഹത്തോടെ ചെന്നെയാണെങ്കിലും അവനാവട്ടെ ഫോഴ്സ് ചെയ്ത് തന്നെ അന്നത്തെ നൈറ്റ് അവളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം അവനാവട്ടെ ഞാൻ ഓഫീസിൽ പോവുകയാണെന്ന്, ടൈം ഒരുപാടായി എന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെ അവിടെ നിന്ന് പോവാനായി വാതിൽ തുറക്കുന്നുണ്ടെങ്കിലും വെളിയിൽ 2 പോലീസുകാർ നിൽക്കുന്നതായി ഹീറോയിൻ കാണുന്നുണ്ട്. സിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമായിട്ടാണ് അവരവിടെ വന്നിരിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ ലീയുടെ കമ്പനിയിൽ തന്നെ ഒരു പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ലീയുടെ കമ്പനി സീക്രട്ടൊക്കെ ആരോ എതിരാളിക്ക് ചോർത്തി കൊടുത്തിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ലീ പോലീസുകാരെ ഏൽപ്പിക്കുകയും ഹീറോയിനാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്യാനാണ് അവരവിടെ വന്നിരിക്കുന്നത്. സിയെ ആവട്ടെ അവന്റെ കാലിൽ വീണ് കെഞ്ചുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൾ അവനോട് പറയുന്നുണ്ടെങ്കിലും പോലീസ് പറഞ്ഞത് കേട്ടില്ലേ, നീയാണല്ലേ എന്നെ ചതിച്ചത്, അപ്പോൾ അതിനുള്ള ഭവിഷ്യത്ത് നീ അനുഭവിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് അവൻ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ആ ഒരു ടൈമിൽ ഭാര്യ എന്ന നിലയിൽ അവളെ വിശ്വസിച്ചതുമില്ല, സപ്പോർട്ട് ചെയ്തതുമില്ല. അങ്ങനെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത ലീ ആവട്ടെ അവൾ റിലീസായി വരുമ്പോൾ തന്നോട് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. സാർ, ഇപ്പോൾ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മീറ്റിങ്ങിന് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇവൾക്ക് വേണ്ടി എത്ര നേരമെന്ന് പറഞ്ഞാണ് വെയിറ്റ് ചെയ്യുന്നത്. കമ്പനിയിലേക്ക് പോയതിനു ശേഷം നേരെ വീട്ടിലേക്ക് പോകാന്ന് തന്നെ അസിസ്റ്റന്റിനോട് ലീ പറയുന്നുണ്ട്. കമ്പനിയിലൊക്കെ പോയി വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മുറിയിലെ ഹീറോയിൻ നിൽക്കുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ഹീറോയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബെഡില് ഹീറോയിൻ ഉപേക്ഷിച്ചു പോയ വെഡിങ് റിംഗ് അവൻ കാണുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഹീറോയിൻ അവിടെ എത്തിയെന്ന് അവന് മനസ്സിലാവുകയും അതേ തുടർന്ന് മെയ്ഡ്സിനെ എല്ലാം വിളിച്ചുകൂട്ടി അവരോട് അവൻ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിലേക്ക് ആരാണ് വന്നത്? ആരെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഹീറോ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവന്റെ വാക്കുകളിൽ വല്ലാതെ ഭയന്നുപോയ ഒരു സ്ത്രീ ആവട്ടെ സത്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വൈഫ് ഇവിടെ വന്നായിരുന്നു എന്നും, പക്ഷെ അധിക നേരം ഒന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ പോയി എന്നും ആ സ്ത്രീ വെളിപ്പെടുത്തുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പിന്നീട് എന്താണ് നടന്നതെന്നാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ കുഞ്ഞുമായിട്ട് വെഡിങ് റിംഗ് അവരിരുവരും താമസിച്ചിരുന്ന മുറിയിൽ വെക്കാനായി വരികയും അവളെ ഒരു മെയ്ഡ് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൾ ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് തനിച്ച് ജീവിക്കാൻ പോകുന്നത്? ഇവിടെ തന്നെ താമസിച്ചൂടെ എന്ന് ആ സ്ത്രീ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും ലീയോടൊപ്പം ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും തനിച്ച് തന്നെ താമസിച്ചോളാമെന്നും പറയുന്നു. അതേ തുടർന്ന് തന്നെ അവളുടെ വീടിന്റെ കേസും അതുപോലെ ബാങ്ക് കാർഡും ഒക്കെ സ്ത്രീ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. അവൾ ഇവിടെ വന്ന വിഷയം ഒരു കാരണവശാലും ലീ അറിയരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഹീറോയിൻ അവിടം വിട്ട് പോയതും. എന്നാൽ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് ഇവരെയാണ് ഹീറോയിനെ സഹായിച്ചെന്നറിഞ്ഞ ലീ ആവട്ടെ ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവരെ ബന്ദിയാക്കി അവന്റെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തനിക്ക് യാതൊന്നും അറിയത്തില്ല, താൻ സിയെ കണ്ടിട്ടുമില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അവര് ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീ ഒരിക്കലും സത്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ലീ ആവട്ടെ നിങ്ങളുടെ മകളുടെ വിവാഹം ഈ ഇടയ്ക്കല്ലേ കഴിഞ്ഞത്,
അവളുടെ ജീവിതം നന്നായി പോകണ്ടേ? അത് മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? അവൻ നന്നായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേന്ന് ചോദിച്ചുകൊണ്ട് അവനൊരു ഫയൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ആവട്ടെ അവന്റെ കാലരികിലേക്ക് വീണ് യാചിക്കുന്നുണ്ട്. അവരെ ഒന്നും ചെയ്യരുത്, സത്യങ്ങൾ താൻ പറയാമെന്ന് പറഞ്ഞ് ചിലതൊക്കെ മറക്കുകയും ചിലതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞ് ഹീറോ അവിടെ സ്റ്റഡി റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ ഏറ്റവും കൂടുതൽ മറക്കണമെന്ന് ആഗ്രഹിച്ച കാര്യം ഞാൻ ഒരിക്കലും അവനോട് പറഞ്ഞിട്ടില്ല സിയ എന്ന് തന്നെ അവർ വിചാരിക്കുന്നു. വളരെയധികം ദേഷ്യത്തോടെ തന്നെ ലിയ ആവട്ടെ ഈ സമയം സ്മോക്ക് ചെയ്യുന്നുണ്ട്. അവളല്ലേ എന്നെ ചതിച്ചത്, അവളല്ലേ തിരിച്ചു വന്ന് എന്റെ കാലിൽ വീഴണ്ടേന്നൊക്കെ അവൻ വിചാരിക്കുന്നു. ഇതേ സമയം അസിസ്റ്റന്റ് ആവട്ടെ ആ മേഡിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മേഡം എവിടേക്കാ പോയി എന്ന് മനസ്സിലാവും, നമുക്ക് മേഡത്തിനെ കണ്ടെത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ആദ്യം നീ അവളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ നോക്ക്, പിന്നീട് അവൾക്കൊരു വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് അവൾ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യവും അറേഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഹീറോയിൻ ആവട്ടെ നേരെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയത്. കുഞ്ഞിനെ ഇതുവരെ ഡയപ്പർ പോലും മാറ്റിയിരുന്നില്ല. അതുമാത്രമല്ല കുഞ്ഞിന് പാൽപ്പൊടിയൊക്കെ വാങ്ങണമല്ലോ, അതിനുവേണ്ടിയാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവള് ബിൽ ചെയ്യാനായി പോയി നിൽക്കുകയും കാർഡ് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാർഡിലെ മുഴുവൻ പണവും അവളുടെ ആണെങ്കിൽ പോലും ലീയുമായി അക്കൗണ്ട്സിനൊക്കെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട് ഇത് ബ്ലോക്ക് ആയിരിക്കുകയാണെന്ന്. ഉടനടി തന്നെ ഹീറോയിൻ താൻ അതിനെ പറ്റി അറിഞ്ഞില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈ സാധനങ്ങളൊന്നും വേണ്ട, ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്ന് നിൽക്ക്, എനിക്ക് കുട്ടികളില്ല, പക്ഷെ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടിരിക്കാൻ എനിക്ക് തീരെ ആവില്ല എന്ന് പറഞ്ഞ് 2 ക്യാൻ മിൽക്ക് പൗഡർ അവൾക്ക് ഫ്രീ ആയി നൽകുന്നു. കുഞ്ഞുമായി സൂക്ഷിച്ചു തന്നെ പോണേയെന്നും ആ പെൺകുട്ടി അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരാണെന്ന് പോലും അറിയാതെ ആ പെൺകുട്ടി അവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് തീരെ മനുഷ്യത്വം ഇല്ലാത്തവനാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞുമായി ഇവിടെ കയറി വന്നിട്ട് അവളുടെ ബാങ്ക് കാർഡ് വരെ അവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ എന്ന് ആ പെൺകുട്ടി മനസ്സിൽ കരുതുന്നുണ്ട്. കുഞ്ഞുമായി അവൾ അവളുടെ അധീനതയിലുള്ള വീട്ടിലേക്ക് തന്നെയാണ് പോയതെങ്കിലും സെക്യൂരിറ്റി അവളെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റിവിടാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ പണം കൊണ്ട് വാങ്ങി വീടാണെന്നും എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല എന്നവൾ തിരക്കുന്നുണ്ടെങ്കിലും എന്ത് തന്നെയായാലും നിങ്ങളെ അകത്തേക്ക് കയറ്റിവിടാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ റൈറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പുറത്തേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കുഞ്ഞു വരെ ഭയങ്കരമായി കരയുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ നടക്കുമ്പോഴാവട്ടെ അവളുടെ മുൻപിലേക്ക് ഒരു പേപ്പർ വന്നു വീഴുന്നു. ഒരു അഡ്വർടൈസ്മെന്റിന്റെ പേപ്പർ ആയിരുന്നു അത്. ക്യാമ്പസിനുള്ളിലെ റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീനറെ ആവശ്യമുണ്ടെന്നായിരുന്നു അതിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നത്. ഹീറോയിൻ അവിടെ പോയി ജോയിൻ ചെയ്യാന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം താമസിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് തന്നെ പോകാമെന്ന് ഹീറോയിൻ കരുതുന്നു. എന്ത് തന്നെയായാലും തന്റെ വീട്ടിലേക്ക് തനിക്കിപ്പോൾ കടക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയത് ലീ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പിന്നീട് ലീ ആണ് കാണിക്കുന്നത്. അവനോടൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ലിൻ എന്നാണ്. അവൾ ഹീറോയിന്റെ സഹോദരിയാണ്. ഹീറോയിന്റെ അമ്മ എടുത്തു വളർത്തിയ മകളാണ്. അവൾ ബ്രെഡൊക്കെ റെഡിയാക്കി ലീക്ക് നൽകുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ ഹീറോയിൻ ഇതിനു മുമ്പ് അവന് ബ്രെഡൊക്കെ തയ്യാറാക്കി കൊടുത്തത് ഓർമ്മ വരികയും അതൊക്കെ വാങ്ങി കഴിച്ച് അവളോട് നന്ദി അറിയിക്കുന്നുണ്ട്. ഹീറോയിനെ ഓർമ്മ വന്നതുകൊണ്ട് മാത്രമാണ് ലിന്നിനോട് അവനിപ്പോൾ നല്ലപോലെ സംസാരിക്കുന്നതും ആ ബ്രെഡൊക്കെ വാങ്ങി കഴിച്ചതും. നീ എനിക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിരിക്കുന്നുണ്ട്, വളരെ നന്ദി എന്നൊക്കെ ലീ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹീറോയിന്റെ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനും അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണമെന്നാണ് അവൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹീറോയിനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ലിന്ന് അതിനുള്ള കരുക്കൾ നീക്കുകയായിരുന്നു. അവരുടെ കാറാവട്ടെ ഹീറോയിൻ റോഡ് ക്ലീൻ ചെയ്യുന്ന ആ വഴിയിൽ കൂടെ തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. സിയ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാർ വളരെ സ്പീഡിൽ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസിസ്റ്റന്റ് ബ്രേക്ക് ഇട്ട് നിർത്തുന്നുണ്ട്. എന്ത് സംഭവിച്ചു എന്ന മട്ടിൽ തന്നെ ലീ നോക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ ലീയോട് സോറി പറയുന്നുണ്ട്. ഇതേസമയം തന്നെ ഹീറോയിൻ ആവട്ടെ വളരെയധികം കെയറോടെ തന്നെ അവളുടെ ഹസ്ബൻഡ് ലിന്നിന്റെ തോളിൽ കൈവെക്കുന്നത് കണ്ടു. ഉടനടി തന്നെ കുഞ്ഞിനെ അവൻ കണ്ടു കഴിഞ്ഞാൽ എന്താവുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ പരിഭ്രാന്തിയോടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടിയകലുന്നു. അസിസ്റ്റന്റ് ആവട്ടെ പുറത്തിറങ്ങിപ്പോയി എന്താ സംഭവിച്ചെന്ന് നോക്കിയിട്ട് വരട്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ ലിന്ന് പറയുന്നുണ്ട് വേറെ ജോലിയൊന്നുമില്ലേ, അവളെ പോലെ ഒരു സാധാരണ പെണ്ണിന് എന്ത് പറ്റിയെന്ന് നോക്കുന്നതാണോ ഒരു സിഇഒയുടെ ജോലി. ലീയും അതിനൊക്കെ ശരിവെച്ചു കൊടുക്കുകയും വണ്ടി എടുത്തിട്ട് പോകാൻ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ചെന്നെന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിനും ചെന്നും പരസ്പരം നോക്കുന്നുണ്ട്. എന്തിനാ ഇവളിവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്, ബോസ് ഇവര് പ്രഗത്ഭയായ ലോയർ അല്ലേ, പിന്നെന്തിനാ ഇവിടെ വന്നിങ്ങനെ ജോലി നോക്കുന്നേ എന്ന്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഗവനിക്കേണ്ടതില്ല, വണ്ടി എടുത്ത് പോവാൻ നോക്കെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ചെന്നിനെ കണ്ടിട്ട് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തവള ദേഷ്യം പ്രകടിപ്പിച്ചില്ല. ഈ ചെന്നാവട്ടെ ഹീറോയിനെതിരെയുള്ള എവിഡൻസ് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതെല്ലാം വ്യാജമായി കെട്ടിച്ചമച്ചതായിരുന്നു. അവൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വ്യാജരേഖകളായിരുന്നു അവന്റെ പക്കലുണ്ടായിരുന്നത്. എന്നിരുന്നാലും അവൾ ജയിലിലേക്ക് പോകുന്നതിന് അവനും ഒരു കാരണക്കാരനാണ്. അന്ന് തന്നെ ഹീറോയിൻ അവനോട് ചോദിച്ചിരുന്നു, നീ എന്റെ ഫ്രണ്ട് അല്ലേ, എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജമായ രേഖകൾ കെട്ടിച്ചമച്ച് ഇവിടെ സബ്മിറ്റ് ചെയ്തേന്ന്. അതിന് ചെന്നാവട്ടെ പാസ്റ്റിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിവിടെ യൂസ് ചെയ്യരുത്, ഞാനിവിടെ സത്യങ്ങൾ മാത്രമേ പറയൂ എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെതിരെ കള്ളങ്ങളാണ് അവിടെ പറഞ്ഞുന്നയിച്ചത്. ഇതൊക്കെ ഓർത്തെടുത്ത ഹീറോയിൻ ആവട്ടെ നേരെ അവൾക്ക് അക്കോമഡേഷൻ കൊടുത്തേക്കുന്ന റൂമിലേക്കാണ് പോയത്.
അവിടെ ഒരു ആന്റി ഉണ്ട്. അവർ ഹീറോയിനോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ കുഞ്ഞിന് അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സിയ മറുപടി പറയുന്നു. പിന്നീട് ലീയെ കാണിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് അവിടെ ലീയുടെ അടുത്ത് ചെന്നിട്ട് ക്ലീനിങ് ലേഡിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അത് ഹീറോയിനാണെന്ന് ഇരുവർക്കും മനസ്സിലായിരുന്നില്ല. ഹീറോയുടെ കാർ ഇടിക്കാൻ പോയത് കൊണ്ട് തന്നെ ഹീറോയിൻ ഉൾപ്പെടെ മറ്റ് സ്റ്റാഫുകൾക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അസിസ്റ്റന്റിനോട് ലീ ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ലിൻ കേൾക്കുകയും സാധാരണ ഒരു ക്ലീനിങ് സ്റ്റാഫിന് വേണ്ടിയിട്ട് ലീ എന്തിനാണ് ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന എടുത്ത് സുപ്പീരിയറിനെ വിളിച്ചിട്ട് കുഞ്ഞുമായി നടക്കുന്ന ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടല്ലോ, അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ലീ ആവട്ടെ ഇതിനോടകം തന്നെ ഹീറോയിന് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വസ്തുക്കൾ വിതരണം ചെയ്യാനായി ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അയാളാവട്ടെ മറ്റുള്ളവരോടെല്ലാം അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട് ഹീറോയിനോട് അവിടെ നിൽക്കാനായി പറയുന്നുണ്ട്. ഹീറോയിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ആന്റി മേടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ആ സൂപ്പർവൈസറോട് ഹീറോയിൻ തിരക്കുന്നുണ്ട്. ഉടനടി തന്നെ യുവാവ് പറയുന്നുണ്ട്, സിഇഒ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ നൽകിയിട്ടുണ്ട്. അതേ തുടർന്ന് തന്നെ ലീയുടെ പേര് പറയുകയും എല്ലാ മാസവും അവളുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്നും പറയുന്നു. എന്തിന് ലീ എന്തിനാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്, എനിക്ക് അയാളെ അറിയ പോലും ഇല്ലാന്ന് ഹീറോയിൻ പറയുന്നു. അതിനാ സൂപ്പർവൈസർ ആവട്ടെ, നീ എന്തിനാ എങ്ങനെ നടിക്കുന്നത്, കുഞ്ഞുമായി നീ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാർ നിന്നെ ഇടിക്കാൻ വന്നില്ലേ, അത് സിഇഒയുടെ കാറായിരുന്നു, നിന്നോട് ദയ തോന്നിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തയാണെന്ന് പറയുമ്പോൾ ഓ അതായിരുന്നു കാര്യം, ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞിനെ പറ്റി അവൻ അറിഞ്ഞു കാണുമെന്ന്. എന്തായാലും അവൾക്ക് വല്ലാതെ ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സിഎ അവിടെ യങ്ങായിട്ടുള്ള ഒരു സ്റ്റാഫാണ്. ഹീറോയിന്റെ മേലിൽ ആ യുവാവ് അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് റിവ്യൂ എടുക്കാനുണ്ടായിരുന്നു, നീ എന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അയാൾ ഫോഴ്സ് ചെയ്ത് അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ടൈമിൽ തന്നെ ലീ റൗണ്ട്സിന് വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട്. അതും ലീയുടെ ഒരു സ്ഥാപനം തന്നെയായിരുന്നു. അവൻ അയച്ച സാധനങ്ങളെല്ലാം അവിടെ എത്തിയോ എല്ലാവർക്കും നൽകിയോ എന്നൊക്കെയുള്ളതായിരുന്നു അവൻ പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതേ സമയം ഹീറോയിനെ കണ്ട സൂപ്പർവൈസർ റിവ്യൂ വീഡിയോ തന്നെയായിരുന്നു എടുപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ നൽകിയ സാധനങ്ങളെല്ലാം വളരെ ഉപയോഗപ്രദമാണ് ബോസ് എന്നൊക്കെ അവൾ പറയുന്ന വീഡിയോ. എന്നാൽ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവളോട് മോശമായി പെരുമാറുകയും തന്നെ സഹായിക്കണമെന്ന് ഹീറോയിൻ അലറി വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ ശബ്ദം കേട്ട് തന്നെ എല്ലാവരും ആ മുറിയിലേക്ക് എത്തുന്നുണ്ട്. സൂപ്പർവൈസറുടെ മേലധികാരി ആവട്ടെ അവിടേക്ക് വന്നിട്ട് അയാളെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ സൂപ്പർവൈസർ ആവട്ടെ നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാനിവിടെ റിവ്യൂ വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. നീ കൂടുതലായി ഒന്നും സംസാരിക്കേണ്ട, ഇവിടെ വന്ന് നിൽക്കുന്നവരും എല്ലാവരും കണ്ടതാണ് നീ എന്താണ് ഈ ചെയ്തു കൂട്ടിയെന്ന്. നമ്മുടെ കമ്പനി പ്രസിഡന്റ് പോലും ഇവിടെ എത്തിയിരിക്കുകയാണ്, അദ്ദേഹം കണ്ടിരിക്കുന്നു നിന്റെ വൃത്തികെട്ട പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് ആ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞേ എന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. അവൾ തിരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ സിയെ പോലെ തന്നെ അവന് തോന്നി. തന്റെ വൈഫ് തന്നെയാണോ അതെന്ന് അറിയാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെയാണ് ലിൻ അവിടേക്ക് വന്ന് കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവനെ അറിയിക്കുന്നത്. ലിൻ ആവട്ടെ ഒരു ലോയറാണ്, ഹീറോയുടെ സപ്പോർട്ടീവ് ലോയറായി തന്നെയാണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവളോടൊപ്പം കമ്പനിയിലേക്ക് മടങ്ങിപ്പോകാന്ന് തന്നെ ലീ വിചാരിക്കുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയാവട്ടെ വീണ്ടും ഈ ക്ലീനിങ് ലേഡിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ലീ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ പിന്നിൽ സിഎയുടെ പ്ലാൻ ആയിരിക്കുമെന്ന മട്ടിൽ തന്നെ അവളെ ദേഷിച്ച് ലിൻ നോക്കുന്നുണ്ട്. ഹയർ പൊസിഷനിലുള്ള ഓഫീസർ ആവട്ടെ സൂപ്പർവൈസറോട് നിന്നെ പ്രസിഡന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനും പറയുന്നു. വെറും ഒരു ക്ലീനിങ് സ്റ്റാഫായ ലേഡിക്ക് വേണ്ടി തന്നെ പിരിച്ചുവിടണമെന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും നീ ചെയ്തത് തെറ്റ് തന്നെയല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ നോക്കടാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് അവനെ ആട്ടി പുറത്താക്കുന്നു. ഹീറോയിനെ സപ്പോർട്ട് ചെയ്യാൻ ആന്റി ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്ത് തന്നെ അവളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സിയെ ആവട്ടെ ഒരു കാരണവശാലും ലീയുടെ കൺമുന്നിൽ പെടരുതെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം ലിൻ അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു സൂപ്പർവൈസർ. ആ സ്ത്രീ എപ്പോഴും ഹീറോയിനുമായി ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇവിടെ ആരുടെയോ നെക്ലേസ് കാണാതെ പോയെന്ന് അറിയാൻ സാധിച്ചു, അത് നീയാണ് എടുത്തതെന്നാണ് കരുതുന്നത്, മര്യാദയ്ക്ക് ഇത് തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിന് ഹീറോയിൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാണ് എന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതെന്ന് അവൾ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ നീ അടുത്തേക്ക് വരുന്നത്, ആ നെക്ലേസ് കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായും നിന്റെ സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവളെ പിടിച്ച് തള്ളുന്നുണ്ട്. പിന്നീട് ആന്റി അവിടെ ഹീറോയിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ പുതിയ സൂപ്പർവൈസർ ലേഡി ഉണ്ടല്ലോ അവരുടെ ബോസിന്റെ അടുത്ത് നിന്റെ പേര് ചേർത്ത് സംസാരിക്കുന്നത് കേട്ടിരുന്നു, നിന്നോട് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്തിനാണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നും താൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവളാവട്ടെ അവളുടെ ജോലികൾ തുടർന്ന് ചെയ്യാനായി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ സൂപ്പർവൈസർ ലേഡിയുടെ ഒരു ബന്ധുവായ പയ്യനും ആ ജോലിയിലുണ്ടായിരുന്നു. അവനവിടെ റോഡരിയിൽ കിടക്കുന്ന മറ്റുള്ളവരുടെ വസ്തുക്കളൊക്കെ മോഷ്ടിക്കുമായിരുന്നു. ഇതേ സമയം തറയിൽ കിടക്കുകയായിരുന്ന ഒരു റിങ് എടുത്ത് അവൻ പോക്കറ്റിലിടുന്നത് ഹീറോയിൻ കാണാനിടയാവുന്നുണ്ട്. നീ ഇവിടെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ആ പയ്യനാവട്ടെ ഹീറോയിനെ വിരട്ടുന്നുണ്ട്. ഒന്നും കാണാത്ത മട്ടിൽ തന്നെ ഹീറോയിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയിൻ അവിടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുത്തശ്ശി തന്റെ എന്തോ ഒരു വസ്തു കാണാതെ പോയെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ഹീറോയിൻ തിരക്കുമ്പോൾ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലാവട്ടെ ഒരു മോതിരം അണിയിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് കാണുന്നില്ലെന്നും ഈ വഴി വന്നപ്പോഴാണ് അത് മിസ്സായി എന്നും അവർ അറിയിക്കുന്നു.
ഉടനടി തന്നെ ഹീറോയിൻ ആവട്ടെ ആ സൂപ്പർവൈസർ ലേഡിയുടെ സ്വന്തക്കാരനായിട്ടുള്ള പയ്യനുണ്ടല്ലോ അവനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അയാൾ ആ റിങ് എടുക്കുന്നത് ഹീറോയിൻ കണ്ടിരുന്നല്ലോ. ഉടനടി തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, നാളെ തന്നെ ഇവിടേക്ക് വാ, മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ റിങ് ലഭിക്കുമെന്ന്. അപ്പോഴേക്കും മുത്തശ്ശിയുടെ ബോഡി ഗാർഡ്സ് അവിടേക്ക് എത്തുന്നുണ്ട്. മേഡം, ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അതിലൊരാൾ അറിയിക്കുന്നുണ്ട്. മോളെ, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. തീർച്ചയായും എന്റെ റിങ് നീ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വരാമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. എന്നാൽ കാറിലേക്ക് കയറി അവരാവട്ടെ തന്റെ കൊച്ചുമകൻ ലീയെ പോലെ ഇരിക്കുകയാണല്ലോ ആ കൊച്ചുകുട്ടി എന്നൊക്കെ കൂടെയുള്ള മെയ്ഡിനോട് പറയുന്നുണ്ട്. പിന്നീട് മോഷ്ടാവായ പയ്യനാവട്ടെ ഹീറോയിനെ ദേഷ്യം കയറ്റുന്ന വിധത്തിൽ തന്നെ, ദേ പെണ്ണെ, മര്യാദക്ക് ഇവിടേക്ക് വാ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ ജോലിയും കൂടി നീ ചെയ്യെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ ആവട്ടെ മനസ്സിലായിരിക്കുന്നുണ്ട്, നീ ചെയ്തതേ തെറ്റ് തന്നെയാണ്, എന്നിട്ട് നിന്റെ ജോലിയും കൂടി എന്നെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കുകയാണോ? ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും, സൂപ്പർവൈസർ മാഡം എന്റെ ആന്റിയാണെന്ന് അറിയാമല്ലോ, എനിക്ക് മുഖ്യമായിട്ടുള്ള ഒരു ജോലിയുണ്ട്, നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്കിവിടെ ജോലി പിന്നെ കാണില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള തിങ്സ് ഒക്കെ അവളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നു. നീ എന്താടാ ഇത്ര ഓവറായി സംസാരിക്കുന്നത്, നിനക്കുള്ളത് നാളെ തന്നെ കിട്ടുമല്ലോ എന്ന് അവള് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞ് നന്നായി കരയാൻ തുടങ്ങുന്നുണ്ട്. ഉടനടി തന്നെ അവൻ പറഞ്ഞ ജോലികളൊന്നും ചെയ്യാതെ ഹീറോയിൻ അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നു. അവൻ തിരിച്ചെത്തിയപ്പോൾ ചവറല്ല അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പറഞ്ഞ ജോലി അവൾ ഇതുവരെ ചെയ്തില്ലല്ലോ, അവൾക്ക് ഇത്ര അഹങ്കാരമോ? നാളെ എന്തായാലും താൻ ഒരു ജോലിയും ചെയ്യില്ല, തന്റെ ജോലിയും കൂടി അവളുടെ മണ്ടയിലേക്ക് കെട്ടിവെക്കുമെന്ന് മനസ്സിലായി യുവാവ് ഉറപ്പിക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ ആന്റിയും വിളിച്ചുകൊണ്ട് ആ യുവാവ് ഹീറോയിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നീ എന്താ പറഞ്ഞ ജോലികൾ നേരവണ്ണം ചെയ്യില്ലേ എന്ന് അവരവളോട് തിരക്കുമ്പോൾ ഞാനെന്ത് തെറ്റാ ചെയ്തേന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് സ്ത്രീ ആവട്ടെ, നീ നിന്റെ ജോലികൾ കറക്റ്റായി ചെയ്യില്ല, പിന്നെങ്ങനെ നിനക്ക് സാലറി ലഭിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ജോലിയൊക്കെ ഞാൻ വൃത്തിയും വെടുപ്പുമായി തന്നെയാണ് ചെയ്യാറുള്ളത്, എല്ലാം കറക്റ്റായി തന്നെ ചെയ്യാറുണ്ട്, അതിന്റെയൊക്കെ പ്രൂഫുകൾ തന്റെ പക്കലുണ്ടെന്നും ഹീറോയിൻ വാദിക്കുന്നു. എന്ത് പ്രൂഫാണ് നിന്റെ പക്കലുള്ളത്? നീ ചവറുകളൊക്കെ വാരിക്കളഞ്ഞെന്നുള്ള പ്രൂഫ് നിന്റെ പക്കലുണ്ടോ എന്ന് തന്നെ അവർ അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, എന്റെ പക്കലുണ്ട്. തനിക്ക് നൽകിയിരുന്ന സ്ഥലം നല്ല വൃത്തിയായും വെടുപ്പായും തന്നെ തൂത്ത് വേസ്റ്റുകളൊക്കെ വാരിയിട്ടുണ്ടെന്നും ഹീറോയിൻ അറിയിക്കുന്നുണ്ട്. അത് തന്നെയാണ് തന്റെ പ്രൂഫ് എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പോഴേക്കും ഹീറോയിനെ അന്വേഷിച്ച് ലീയുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. മോളെ, നീയല്ലേ പറഞ്ഞത് ഇന്ന് വന്നാൽ എന്റെ റിങ് എനിക്ക് തരാമെന്ന് അവർ അവളോട് തിരക്കുന്നുണ്ട്. റിങ്ങിന് വേണ്ടി ഇന്ന് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ എന്റെ പക്കലാണ് റിങ്ങി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കേട്ടപ്പോൾ തന്നെ സൂപ്പർവൈസർ ലേഡി പറയുന്നുണ്ട്, ഇത്രയും നേരം നീ ജോലി ചെയ്യുന്നില്ല എന്നായിരുന്നു പരാതി, ഇപ്പോഴാവട്ടെ നീ വസ്തുക്കൾ മോഷ്ടിക്കാനും തുടങ്ങിയോ എന്ന് പറഞ്ഞ് ഹീറോയിന്റെ മേലിൽ അവർ പഴിചാരുന്നുണ്ട്. എന്താ നീ പറഞ്ഞു വരുന്നതെന്ന് മുത്തശ്ശി അവളോട് തിരക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ മുത്തശ്ശി വന്നോണ്ടിരുന്നപ്പോൾ ഞാൻ എന്താണ് അവിടെ ചെയ്തോണ്ടിരുന്നത്? ക്ലീൻ ചെയ്തോണ്ടിരുന്നേല്ലേ? അങ്ങനെ അവൾ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നതെന്നും എവിടെയാ ചെയ്തോണ്ടിരുന്നതെന്നും ഒക്കെ കൃത്യമായി തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്. അവരതിനുള്ള മറുപടി സത്യസന്ധമായി തന്നെ നൽകുന്നുമുണ്ട്. ഇന്ന സ്ട്രീറ്റില് ഇന്നടുത്ത് നിന്നാണ് നീ തൂത്ത വേസ്റ്റ് ഒക്കെ വാരിക്കൊണ്ട് നിന്നതെന്നും അവർ പറയുന്നുണ്ട്. ഇത് കേട്ട സൂപ്പർവൈസർ ലേഡി ആവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കുന്നുണ്ട്. കാരണം മുത്തശ്ശിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരും അവള് ജോലി ചെയ്തു എന്നുള്ളതിന് പ്രൂഫ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്റെ ജോലികളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മോതിരന്തോ ആ പയ്യൻ മോഷ്ടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ആ യുവാവിനെ കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ ഹീറോയിൻ പറയുന്നു. അന്ന് ഹീറോയിൻ അവനത് എടുക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവനാവട്ടെ ബുദ്ധിപൂർവ്വം അതൊരു വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചിരുന്നു. താനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനോട് കയർത്ത് സംസാരിക്കുന്നുമുണ്ട്. സൂപ്പർവൈസർ ലേഡി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അവനത് മോഷ്ടിച്ചോ എന്നൊരു പേടി അവരുടെ ഉള്ളിൽ തോന്നാതിരുന്നില്ല. ഹീറോയിൻ അവിടെ റിങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ നിങ്ങളുടെ മോതിരമെന്ന മുത്തശ്ശിയോടും ഇതല്ലേ നീ മോഷ്ടിച്ച മോതിരമെന്ന് അവനോടും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ യുവാവാണ് മോതിരം മോഷ്ടിച്ചതെന്നുള്ള CCTV ഫുട്ടേജും മെയ്ഡിന്റെ കയ്യിൽ ലഭിക്കുന്നുണ്ട്. സൂപ്പർവൈസർ ലേഡി ആവട്ടെ ഇവൻ എന്റെ സ്വന്തക്കാരനൊന്നും അല്ല, കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞ് തടിയുരാൻ ശ്രമിക്കുന്നു. ഉടനടി തന്നെ ആ പയ്യനാവട്ടെ ആന്റി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ജോലിയിൽ ജോയിൻ ചെയ്തത്, എന്നെ വിട്ടിട്ട് പോരെന്നൊക്കെ അവരോട് യാചിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവനെ അറസ്റ്റ് ചെയ്യാനായി പോലീസും അവിടെ എത്തുന്നു. ഒരു നിമിഷം നിൽക്കണം സാർ, ഇവരാവട്ടെ എന്റെ മേലിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചു, എനിക്കതിന്റെ മേലിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് സൂപ്പർവൈസർ ലേഡിക്കെതിരെ അവൾ കംപ്ലൈന്റ് നൽകുന്നുണ്ട്. അവൾ കംപ്ലൈന്റ് നൽകുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീയെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മുത്തശ്ശിയാവട്ടെ അതിശയത്തോടെ തന്നെ ഈ ഒരു കൈക്കുഞ്ഞുമായി നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? താൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട. മുത്തശ്ശി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടു, ഞാനത് ചെയ്തു തന്നു, എനിക്ക് ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അധികമൊന്നും അവരോട് സംസാരിക്കാതെ തന്നെ ഹീറോയിൻ അവളുടെ ജോലിയിൽ മുഴുകുന്നു. അവിടെ നിന്ന് പോകുമ്പോഴും തന്റെ ചെറുമകനായ ലീയെ പോലെയാണല്ലോ അവളുടെ കയ്യിലുള്ള കൊച്ചുകുട്ടി എന്ന് അവർ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ലിന്നാവട്ടെ ഇതിനോടകം തന്നെ അവൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത പുതിയ സൂപ്പർവൈസർ ലേഡി ഹീറോയിൻ മൂലം അറസ്റ്റ് ചെയ്തു എന്നറിയപ്പെടുന്നു. തുടർന്ന് ഹീറോയിനോട് മോശമായി പെരുമാറിയ വ്യക്തിയെ വീണ്ടും ലീ അറിയാതെ തന്നെ ലിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ഇതൊന്നും അറിയാത്ത ഹീറോയിൻ ആവട്ടെ താൽക്കാലിക സൂപ്പർവൈസറോട് തന്റെ സാലറിയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പിരിച്ചുവിട്ട സൂപ്പർവൈസർ അവിടെ എത്തിയിരുന്നു. ഇവനെന്താ വീണ്ടും ഇവിടെ തിരികെ വന്നിരിക്കുന്നെന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അവനെ സംശയത്തോടെ നോക്കുന്നു. ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ ആവട്ടെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും സൂപ്പർവൈസറിനെ വരെ കംപ്ലൈന്റ് കൊടുത്ത് പിരിച്ചുവിടാനുള്ള
കഴിവൊക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ കുഞ്ഞുമായി വളരെ വിഷമിച്ച് അവളുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെയുള്ളവരൊക്കെ ഹീറോയിനോട് വന്ന് സംസാരിക്കുകയും ഹീറോയിന് സപ്പോർട്ടീവായിട്ടുള്ള ആന്റിയും അവളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്റെ ലൈഫിൽ മാത്രം എന്തുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ വിഷയത്തെ പറ്റി സ്ട്രെയിറ്റ് അയാളുടെ മുമ്പിൽ ചെന്ന് തന്നെ ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഈ കമ്പനിയുടെ പ്രസിഡന്റായ ലീ തന്നെയല്ലേ ഇതിനൊക്കെ കാരണം? ലീയെ കണ്ട് സംസാരിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഇവളിപ്പോൾ ആരെ കാണാൻ പോകുന്ന കാര്യ പറഞ്ഞത്? പ്രസിഡന്റ് ലീയോ എന്ന മട്ടിൽ തന്നെ ഒരു ആന്റി മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് ലീയെ കാണിക്കുന്നുണ്ട്. അവന്റെ അസിസ്റ്റന്റ് അവന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു വന്നതാണ്. പക്ഷേ അവരുടെ മോതിരം വഴിയിൽ വെച്ച് മിസ്സാവുകയും ആ ക്ലീനർ ലേഡി തന്നെയാണ് അത് കണ്ടുപിടിച്ച് നൽകിയെന്നും അവൻ അറിയിക്കുന്നുണ്ട്. അന്ന് ആ ക്ലീനർ ലേഡിയുടെ മുഖം പോലും ഒന്ന് കാണാൻ സാധിച്ചില്ല. അവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തന്നെ ലീ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോഴേക്കും അസിസ്റ്റന്റിന് റിസപ്ഷനിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഒരു കുഞ്ഞുമായിട്ടൊരു പെൺകുട്ടി ബോസിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് അറിയിക്കുന്നു. അസിസ്റ്റന്റ് ആവട്ടെ അതൊന്നും സാധിക്കില്ല എന്നും അറിയിക്കുന്നുണ്ട്. ഈ വിവരം റിസപ്ഷനിലുള്ളവരെ അവളോട് പറയുമ്പോൾ എനിക്ക് കണ്ടേ മതിയാവൂ, ഞാൻ ആരാണെന്ന് പറയുമെന്ന് പറഞ്ഞ് അവളുടെ പേര് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടേക്ക് ലിൻ കയറി വരുന്നുണ്ട്. ലിൻ ആവട്ടെ ഇപ്പോൾ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. ബോസിന് ഒരുപാട് വേണ്ടപ്പെട്ടവളാണ്. അവളെന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുന്നത്. ബോസിന് വളരെ വേണ്ടപ്പെട്ട പെൺകുട്ടിയാണെന്നൊക്കെ അവരെല്ലാവരും അടക്കം പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ചെന്നാവട്ടെ സിയെ ഫോഴ്സ് ചെയ്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എന്താ എന്നെ കണ്ടിട്ട് ഗവനിക്കാതെ നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എന്റെ കയ്യിൽ നിന്ന് വിടുന്നതിനെ ഹീറോയിൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നീ എന്തിനാണ് വീണ്ടും അവന്റെ പിന്നാലെ പോകുന്നത്? അവളും അവനും ചുറ്റി നടക്കുകയാണ്. വീണ്ടും അവനോടൊപ്പം ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചെന്ന അവളോട് ദേഷ്യപ്പെടുന്നു. ലീഡ് അടുത്തേക്ക് അവൾ പോകുന്നത് തടയാനാണ് ചെന്നിന്റെ ശ്രമം. ഞാൻ ആരെടുത്ത് വേണേലും പൊക്കോട്ടെ, നിനക്ക് എന്താണെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് ചെന്നാവട്ടെ അങ്ങനൊരവസ്ഥയിൽ നിനക്കെതിരെ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുകയും പറയുകയും ചെയ്തു എന്ന് വെച്ച് ഇപ്പോൾ നിന്നെ കെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, സംരക്ഷിച്ചോളാം എന്നുള്ള ഉറപ്പ് തന്നെ അവൻ കൊടുക്കുന്നുണ്ട്. നിന്റെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് ഞാൻ നിന്നെ കണ്ടത്. പക്ഷെ നീ എന്നെ ചതിച്ചു. ഇതൊക്കെ കേട്ടയുടനെ തന്നെ ചെന്നവന്റെ അടുത്ത് അടവിറക്കുന്നുണ്ട്. ലീഡ് അടുത്തേക്ക് അവൾ ഒരിക്കലും പോകരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ നീ അവന്റെ അടുത്തേക്ക് തന്നെ ചെല്ല്, അവൻ നിന്റെ സഹോദരിയെ പ്രഗ്നന്റ് ആക്കിയിരിക്കുകയാണ്, പോവാൻ നോക്ക് എന്നും പറഞ്ഞ് അവൻ ഹീറോയിനെ പറഞ്ഞയക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഹീറോയിനോട് ഇതിനോടകം തന്നെ ഒരു വൺ സൈഡ് ക്രഷ് ഉണ്ടായിരുന്നു. വീണ്ടും സിയ ലീഡ് അടുത്തേക്ക് തന്നെ പോകുമോ എന്ന് ഭയന്നിട്ടാണ് അവൻ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചത്. അസിസ്റ്റന്റ് സംശയത്തോടെ തന്നെ ചെന്നിലോട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. ഇതൊന്നും സത്യമല്ല. അവളുടെ സഹോദരിയെടുത്തും ഇതേ കള്ളങ്ങൾ തന്നെ മറ്റുള്ളവരടുത്ത് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലിന്നിനാണെങ്കിൽ ലീയെ വേണം, എനിക്കാണെങ്കിൽ സിയയും വേണം. ഇനി അതിന് സാധിച്ചില്ലെങ്കിലും അവള് വീണ്ടും ലീയുമായിട്ട് ഒന്നാവാൻ പാടില്ല എന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോയെങ്കിലും കുഞ്ഞിന് വല്ലാതെ പനിക്കുന്നുണ്ടായിരുന്നു. നിർത്താതെ കരയുന്നുമുണ്ട്. ഹീറോയിൻ ഉടനടി തന്നെ ടാക്സി ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ്. എന്നാൽ അവിടെ ചെന്ന് കുഞ്ഞിനെ കാണിച്ചപ്പോഴാവട്ടെ കമ്പനിയിൽ പ്രധാനമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എത്തിയിട്ടുണ്ട്. അവരുടെ കാലിന് എന്തോ മുറിവ് സംഭവിച്ചിരിക്കുന്നു. കൂടാതെ പ്രഗ്നന്റും കൂടിയാണ്. വലിയൊരു കമ്പനി സിഇഒയുടെ വൈഫ് ആവാൻ പോകുന്ന വ്യക്തിയാണ്. അവരെ നോക്കിയേ മതിയാവൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവരെ പരിചരിക്കാനായി അവിടെ നിന്ന് പോകുന്നു. അതിന് ഹീറോയിനാവട്ടെ അത്രയും പ്രധാനപ്പെട്ട ആ സ്ത്രീ ആരാണ്? ഒരു കുഞ്ഞിനെ വയ്യാതെ കൊണ്ടുവന്നാൽ പോലും ഒരു ഡോക്ടേഴ്സ് പോലും ചെക്ക് ചെയ്യില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ പരിഭ്രാന്തിയോടെ തന്നെ ആരാണെന്നറിയാൻ അവിടേക്ക് ചെന്ന് നോക്കുന്നു. ലിൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാലിന് ചെറിയ മുറിവോ മറ്റോ പറ്റിയിരുന്നു. കൂടെ ലീ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെല്ലാം ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ, എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു മുറിവ് സംഭവിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ ആവട്ടെ നിങ്ങളുടെ ലവ് വളരെ ഡീപ്പാണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ലിന്നിന് വല്ലാതെ സന്തോഷമാവുന്നുണ്ടെങ്കിലും ലീ ആവട്ടെ നിങ്ങളെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ലിൻ എന്റെ റിലേറ്റീവാണ്, ഞാൻ എന്റെ കടമ മാത്രമേ നിർവഹിച്ചുള്ളൂ, ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയല്ലേ എന്ന് അവൻ ഡോക്ടറോടും ചോദിക്കുന്നു. വൈഫിന്റെ സഹോദരിയായിട്ട് തന്നെയാണ് ലീ ഇതുവരെയും കണ്ടിരിക്കുന്നത്. കുഞ്ഞിന് ചികിത്സ ലഭിക്കാതിരുന്നത് വീണ്ടും ലീ കാരണമാണോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ലൈറ്റായിട്ട് ഹീറോയിൻ അവിടെ നിന്ന് തിരിഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടിരുന്നു. ആ പോയത് സിയയിലെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ അവൻ ഓടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അവിടെയുള്ള നേഴ്സ് പറയുന്നത്, പാവം ആ പെൺകുട്ടിയുടെ കുഞ്ഞിന് ചികിത്സ കൊടുക്കാൻ സാധിച്ചില്ല, കഷ്ടമായി പോയി എന്ന് പറയുന്നത് ലീ കേട്ടിരുന്നു. കുഞ്ഞോ? തീർച്ചയായും. എന്നാൽ അത് സിയെ ആയിരിക്കില്ല, അവള് ജയിലിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അവൾക്ക് കുട്ടിയുണ്ടാവുമോ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോയ ഹീറോയിൻ അവിടെ നേരെ ചെന്ന് ജിയാങ് എന്ന് പറയുന്ന പയ്യന്റെ ദേഹത്തേക്കാണ് ഇടിച്ചു നിൽക്കുന്നത്. അവളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. നിങ്ങളോ എന്ന് ചോദിച്ച് ആ യുവാവ് അതിശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. അതേ അമ്പരപ്പോടെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു വരെയുണ്ടോ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു. ജിയാങ്ങിനെ കുറിച്ച് അപ്പോഴാണ് ഹീറോയിൻ ഓർക്കുന്നത്. അവളുടെ നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു അവൻ. കാരണം ഒരിക്കൽ അവനൊരു ആവശ്യഘട്ടം വന്നപ്പോൾ അവൾ സഹായിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമോ എന്ന് അവനോട് സഹായം ചോദിക്കുമ്പോൾ അവൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിയ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് അവൻ അവളോട് തലകുനിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഒരു നിലയിൽ എത്തില്ലായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ സ്വന്തമായ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ തന്നെ ജോലി നോക്കുകയാണെന്നും അവൻ അറിയിക്കുന്നു.
വളരെ നല്ല കാര്യം, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, തീർച്ചയായും നീ ഉയരങ്ങൾ കീഴടക്കുമെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അകത്തേക്ക് കയറി പോകുന്നു. ഇത്രയും പ്രഗത്ഭയായ ഒരു ലോയർ ആയിരുന്നു, എന്നിട്ടൊരു ക്ലീനറായാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് അമ്പരപ്പോടെ തന്നെ ഹീറോയിൻ പോകുന്ന നോക്കി അവൻ ഇവിടെ നിൽക്കുന്നു. ഹീറോയിൻ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ കുഴപ്പക്കാരനായിട്ടുള്ള സൂപ്പർവൈസർ അവിടെ ഹീറോയിന് പകരമായി മറ്റൊരു പെൺകുട്ടി അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇനി മുതൽ അവളുടെ സ്ഥാനത്ത് ആ പെൺകുട്ടിയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അതിന്റെ എഗ്രിമെന്റ് വരെ ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായിരുന്ന ദേഷ്യത്തോടെ അവൾ ചോദിക്കുമ്പോൾ, നീയാണെങ്കിൽ ജോലിക്ക് കറക്റ്റായി വരികയില്ല, ജോലി കൃത്യമായി ചെയ്യുകയുമില്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയാതെ അങ്ങ് പോവും, അതുകൊണ്ട് തന്നെ മറ്റൊരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു, വെറുതെ ആർഗ്യൂ ചെയ്ത് നിൽക്കാതെ പോകാൻ നോക്കുന്ന തന്നെ അയാൾ പറയുന്നു. അതിന് ഹീറോയിനാവട്ടെ ഇതിനെല്ലാം കാരണം ആ ലീ തന്നെയായിരിക്കും, അവൻ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. സൂപ്പർവൈസർ ആവട്ടെ ഉടനടി തന്നെ ആരോ കോൾ ചെയ്ത് ഇൻഫോം ചെയ്യുന്നുണ്ട് ഹീറോയിനെ അവിടെ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ പണം തന്റെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനും. അങ്ങനെ ഹീറോയിൻ തന്റെ തിങ്സുമായി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആന്റിയും മറ്റുള്ളവരൊക്കെ വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. ആന്റി നല്ല കെയർ നൽകിയാണ് ഹീറോയിനോട് ഇത്രയും നാളും പെരുമാറിയത്, അതുകൊണ്ട് തന്നെ അവൾ അവരോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ആന്റി അവളോട് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, നീ തീർച്ചയായും തിരിച്ചു വരണം, നിന്റെ കുഞ്ഞ് എത്രത്തോളം വളർന്നു എന്നൊക്കെ ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴാവട്ടെ ജിയാങ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവൻ അവിടം വിട്ട് പോയില്ലായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് സിയ, ഞാൻ വേണമെങ്കിൽ നിനക്ക് ഹെൽപ്പ് ചെയ്യാം, ഒരു വീട് ശരിയാക്കി തരാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും വെറുതെ ജിയാങ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും എന്റെ കുഞ്ഞും ആർക്കും ഒരു ശല്യം അവരുതെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. വേറെ ഒന്നും കരുതണ്ട, റെന്റ് തന്നാൽ മതിയാവും, എന്റോടൊപ്പം വന്നോ എന്ന് അവൻ പറയുമ്പോൾ ഹീറോയിന് പോകാൻ മറ്റൊരാടെ ഇല്ലാത്തതുകൊണ്ടും ജിയാങ്ങിനെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടും അവൾ അവനോടൊപ്പം പോകുന്നു. വീട് കുറച്ച് പഴയതാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തന്നെ അവൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതൊന്നും യാതൊരു പ്രശ്നവുമില്ല, എന്റെ കുഞ്ഞിനും എനിക്കും തലചായ്ക്കാൻ ഒരു ഇടം തന്നല്ലോ, അത് മാത്രം മതിയെന്ന് ഹീറോയിൻ സന്തോഷത്തോടെ പറയുന്നു. പതിയെയാണെങ്കിലും അവളുടെ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ജിയാങ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഇത്രയും നാളുകൾ കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ടച്ചൊക്കെ വിട്ടുപോയി എന്ന് ഹീറോയിൻ അറിയിക്കുകയും നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിന്റെ ഈ ഇരിക്കുന്ന തിങ്സ് ഒക്കെ ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ, ഡിവോഴ്സ് എഗ്രിമെന്റ് തയ്യാറാക്കാനാണെന്ന് ഹീറോയിൻ പറയുന്നു. അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കുഞ്ഞ് കരയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായി അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. എഗ്രിമെന്റ് ഒക്കെ എടുത്തു വെച്ച് നോക്കിയേ ജിയാങ് ആവട്ടെ അമ്പരപ്പോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന്. അതെ, ഞാനത് എപ്പോഴും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്ന മട്ടിൽ തന്നെ ഹീറോയിനും അതിന് മറുപടി നൽകുന്നുണ്ട്. ജിയാങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സിയയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ലിയെ കൊണ്ട് അവളിത് സൈൻ ചെയ്ത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ സൈൻ ചെയ്ത് വാങ്ങി അവളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാമെന്ന്. ഉടനടി തന്നെ ലീയുടെ ഓഫീസിലേക്ക് ജിയാങ് പോകുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു മുഖ്യമായ വിഷയമാണ്, ലീ സാറിന്റെ അടുത്ത് നിന്ന് ഡോക്യുമെന്റിൽ സൈൻ വാങ്ങിക്കാനാണെന്നും അവൻ അറിയിക്കുന്നു. ലീ ആവട്ടെ ഉടനടി തന്നെ എന്ത് ഡോക്യുമെന്റ് ആണെന്ന് തിരക്കുകയും കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ് ലീയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വേറെ കുറച്ചധികം ഡോക്യുമെന്റ്സിന്റെ ഇടയിലായിരുന്നു ഈ ഡിവോഴ്സ് എഗ്രിമെന്റും കയറ്റി വെച്ചിരുന്നത്. അവിടെ നിന്ന് പോകുമ്പോഴും ജിയാങ്ങിന്റെ ഉള്ളിൽ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. ചിലപ്പോൾ ലീ ആ എഗ്രിമെന്റ് കണ്ടെത്തുമോ എന്നുള്ള ഭയം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ലീ ആവട്ടെ എല്ലാ പേപ്പേഴ്സും മറിച്ച് നല്ലപോലെ വായിച്ചു നോക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഹീറോയിന്റെ പേര് വ്യക്തമായി അവൻ കാണുന്നു. ജിയാങ് ഈ പേപ്പേഴ്സ് ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനോടൊപ്പം തന്നെയായിരിക്കും സിയെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവളിപ്പോൾ തന്നെ തേടി വരാത്തത്. എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം അസിസ്റ്റന്റിനെ ധരിപ്പിച്ചതിന് ശേഷം ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് അത് ജിയാങ്ങിനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അവൻ പോകുമ്പോൾ അവനെ ഫോളോ ചെയ്ത് പോയിട്ട് സിയെ കണ്ടെത്താം എന്നുള്ള നിഗമനത്തിൽ തന്നെ അവൻ എത്തുന്നുണ്ട്. ജിയാങ് വളരെ ഭയത്തോടെ തന്നെയാണ് അവന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിയതെങ്കിലും ലീ ആവട്ടെ താനൊന്നും കണ്ടില്ല എന്ന മട്ടിലും ഭാവത്തിലും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജിയാങ് അവിടുന്ന് പോയതിനെ തുടർന്ന് തന്നെ ലീ ആവട്ടെ അസിസ്റ്റന്റിനെ വിളിച്ച് അവനെ പിന്തുടരാനായി തീരുമാനിക്കുന്നു. ഈ ടൈമിൽ ഹീറോയിൻ ആവട്ടെ ജിയാങ്ങിന് വേണ്ടി ഫുഡ് വരെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ലീ അവിടെ എത്തുന്നത്. ഹീറോയിൻ ആവട്ടെ ഇതിനോടൊക്കെ തന്നെ കർട്ടൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, കാരണം അവൾ ഉറങ്ങാനായി പോവുകയായിരുന്നു. ഇതേ സമയം ആവട്ടെ ജിയാങ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ടേബിളിൽ തന്നെ ലീ സൈൻ ചെയ്ത ഡിവോഴ്സ് എഗ്രിമെന്റ് അവിടെ വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഈ കാഴ്ചകളെല്ലാം ലീ കണ്ടുകൊണ്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉടനടി തന്നെ ആ വീട്ടിലേക്ക് കയറി അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ കണ്ടെത്തുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ യാതൊരു ഫീലിങ്സും ഇല്ലാതെയാണല്ലോ അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവളെ ജയിലിലേക്ക് പറഞ്ഞു വയ്ക്കുമ്പോഴും യാതൊന്നും ഗവനിക്കാത്ത മട്ടിൽ തന്നെയല്ലേ അവൻ അവിടെ നിന്നതും. ഇപ്പോൾ ലൈറ്റായി ഹീറോയിനെ തൊടാൻ പോവുകയും അവളുടെ നെറ്റിയിലുള്ള മുറിവ് അവൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൻ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. ഇതേതാണ് ഈ കുഞ്ഞ്, ആരുടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ തൊടാനായി അവൻ പോകുന്നുണ്ടെങ്കിലും കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. സിയെ എന്തായാലും എഴുന്നേൽക്കുമെന്ന് മനസ്സിലാക്കിയവൻ ഉടനടി തന്നെ അവിടെ ഇരുന്ന് ഡിവോഴ്സ് എഗ്രിമെന്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു.
ഓൾറെഡി അതിൽ സൈൻ ചെയ്തിരിക്കുകയാണല്ലോ, അതൊരിക്കലും അവളുടെ കയ്യിൽ കിട്ടരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അതും എടുത്തുകൊണ്ട് അവൻ പോയത്. ഹീറോയിൻ അവിടെ എഴുന്നേറ്റ് അവളുടെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹീറോ ഇതേ സമയം അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഹീറോയിൻ ജയിലിലായിരുന്ന സമയത്ത് അവൾ എന്തൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്തതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തനിക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പിറ്റേ ദിവസം വളരെ ഹാപ്പിയായി തന്നെ ജിയാങ് ആവട്ടെ ഹീറോയിനെ കാണാനായി പോകുന്നു. സിയ ആവട്ടെ യാതൊരു കാര്യവും അറിഞ്ഞിരുന്നില്ലല്ലോ, എന്തുപറ്റി വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നവള് തിരക്കുന്നുണ്ട്. സംശയത്തോടെ തന്നെ ടേബിളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഡിവോഴ്സ് അഗ്രിമെന്റ് ഇല്ലായിരുന്നു. സിയ എന്താണ് ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നത്, നിനക്കൊന്നും ഫീൽ ആവുന്നില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തിനെ കുറിച്ചാ നീ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെയും കൂട്ടി അവൻ അവിടെ നിന്ന് പോകുന്നു. നോർമലായി തന്നെ രണ്ടുപേരും എപ്പോഴത്തെ പോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവൻ നല്ല പോലെ തന്നെ ഹീറോയിനെ കെയർ ചെയ്യുകയും ചെയ്യുന്നു. ബന്ധുക്കൾ പോലും തന്നെ ഇങ്ങനെ സഹായിച്ചിട്ടില്ല, ഒരേ ഒരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്യുന്നതിന് ഇവൻ തന്നെ ഇത്രത്തോളം സഹായിക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ അവൾ സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് ശേഷം അവളെയും കൂട്ടി അവൻ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അവൾ തക്കാളി ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട് നിനക്ക് തക്കാളി വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അവള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയൊന്നുമല്ല, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. റിച്ചായ ഫാമിലിയിലായിരുന്നു ഹീറോയിന്റെ ജനനം. അവളുടെ മുത്തശ്ശിക്ക് അവളോട് വലിയ ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അവളൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും തക്കാളി വെച്ചൊരു പ്രത്യേകതരം ഡിഷ് അവൾക്ക് വേണ്ടി അവർ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോഴും തക്കാളിയൊക്കെ കണ്ടപ്പോൾ അവളാവട്ടെ അവളുടെ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുകയും മുത്തശ്ശിയാവട്ടെ അവൾ ജയിലിലായിരുന്ന സമയത്ത് മരിച്ചു പോവുകയായിരുന്നു. ഇതൊക്കെ ഓർത്ത് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ജിയാങ് അവിടെ എന്ത് പറ്റിയെന്ന് അവളോട് ചോദിക്കുകയും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവനോട് പറയുകയും ചെയ്യുന്നു. ജിയാങ് അവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഹീറോയിന്റെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുകയും ഈ കാഴ്ചയൊക്കെ മാറി എന്ന് തന്നെ ലീ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലുള്ള ആ കുഞ്ഞ് ആരുടെ ആയിരിക്കും? ഒരു പക്ഷേ അവൾ ജിയാങ്ങിനോടൊപ്പം ആണല്ലോ ഇപ്പോൾ ഉള്ളത്, ചിലപ്പോൾ അവന്റെ കുഞ്ഞായിരിക്കുമോ എന്നൊക്കെ അവൻ സന്ദേഹപ്പെടാൻ തുടങ്ങുന്നു. കുഞ്ഞ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. മടങ്ങി വീട്ടിലേക്ക് എത്തിയ അവളെ അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് സ്വന്തം മകളെ ആ സ്ത്രീ വിളിക്കുന്നത് പോലും. അവൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം അവളെ കൊണ്ട് നേടാനുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ വിളിച്ചത്. നീ ജയിലിൽ നിന്ന് വന്നിട്ട് നിന്റെ ഹസ്ബൻഡിനെ പോലും കാണാൻ പോയില്ലേ, അവൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിന് മറുപടി ഒന്നും പറയാതെ തന്നെ എന്തിനാ ഇപ്പോൾ തന്നെ വിളിച്ചു എന്ന് മാത്രം ഹീറോയിൻ തിരക്കുന്നുണ്ട്. നീ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യണം, അതിനുവേണ്ടി വീട്ടിലേക്ക് വരണമെന്ന് അവർ അവളോട് ആവശ്യപ്പെടുന്നു. വരാൻ പറ്റില്ല എന്ന് അവൾ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ ഓർമ്മ ദിവസമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവൾ വരാമെന്ന് സമ്മതിക്കുന്നു. സിയ വരാമെന്ന് സമ്മതിച്ച കാര്യങ്ങളൊക്കെ വളർത്തുമകളായ ലിന്നിനോട് ആ സ്ത്രീ പറയുന്നുണ്ട്. സ്വന്തം മകളായ സിയെക്കാട്ടിലും അവർക്ക് കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ വളർത്തുമകളായ ലിന്നിനോടാണ്. 2 ദിവസം എന്തായാലും അമ്മയുടെ വീട്ടിലെ താമസിച്ചല്ലേ മതിയാവും. അതുകൊണ്ട് ഹീറോയിനാവട്ടെ കുഞ്ഞിനെ ക്ലീനർ ആയിരുന്ന സമയത്ത് അവൾ പരിചയപ്പെട്ട ആന്റിയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും അവരെ ഈ വിവരം വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹീറോയിനാവട്ടെ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവളുടെ അമ്മ വാതിൽ വരെ തുറന്നത്. നിന്നെ ഇനി അകത്തേക്കാരെങ്കിലും ആനയിക്കണോന്ന് ചോദിച്ച് വളരെ മോശമായി തന്നെ അവരകത്തേക്ക് അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ലിന്ന് പോലും അവളോട് മോശമായാണ് പെരുമാറുന്നത്. നിന്റെ റൂം മുഴുവൻ ചപ്പും ചോറും ഒക്കെയാണ്, അത് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോന്ന് തന്നെ അവള് ഹീറോയിന്റെ അടുത്ത് പറയുന്നു. ഹീറോയിൻ അവർ പറഞ്ഞതൊന്നും കാര്യമായി എടുത്തതേയില്ല. അവളുടെ മുത്തശ്ശി മരിച്ചിട്ട് 1 വർഷമായിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അവിടെ വന്നിരിക്കുന്നത്. താഴെ ആവട്ടെ അമ്മയും മകളും വളരെ സന്തോഷത്തോടെയായിരുന്നു. ആ സ്ത്രീ ആവട്ടെ ലിന്നിനോട് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ ഈ വിവാഹം കഴിച്ച ഫ്യൂച്ചറിൽ നിനക്ക് കറക്റ്റ് ആയിരിക്കുമെന്നൊക്കെ. റൂമിൽ ചെന്ന് നോക്കിയപ്പോഴോ അവിടെ നിറയെ ചപ്പും ചവറൊക്കെയായിരുന്നു. ഹീറോയിൻ അത് തീരെ ഗവനിച്ചില്ല. അവൾ നേരെ ചെന്ന് മുത്തശ്ശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേസമയം തന്നെ ലിൻ അവിടേക്ക് വരുന്നുണ്ട്. അവൾ ഹൈ ഹീൽസ് ആണ് ധരിച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംശയത്തോടെ തന്നെ അവൾ മനസ്സിൽ ധരിക്കുന്നുണ്ട്, ചെൻ പറഞ്ഞിരുന്നല്ലോ അവള് പ്രഗ്നന്റ് ആണെന്ന്, പിന്നെന്താ ഹൈ ഹീൽസ് ധരിച്ചിരിക്കുന്നതെന്ന്. വന്ന ഉടനെ തന്നെ ലിൻ ആവട്ടെ മുത്തശ്ശിയെ കുറിച്ച് പോലും വളരെ മോശമായി സംസാരിക്കുന്നു. ഇതൊക്കെ ഹീറോയിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി മരിച്ചതിന് കാരണം ഹീറോയിൻ ആണെന്ന് പറഞ്ഞ് അവൾ പഴിചാരുകയും അവൾ ജയിലിൽ പോയതുകൊണ്ടാണ്, നിന്നെ ഓർത്താണ് അവർ വിഷമിച്ച് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവളുടെ കഴുത്ത് ഞെരിക്കുന്നു. ഹീറോയിന്റെ പ്രവൃത്തിയിൽ വല്ലാതെ പേടിച്ചുപോയി ലിൻ അവിടെ വിട്ടു പോവുകയും തുടർന്ന് ഹീറോയിന്റെ അമ്മ അവിടേക്ക് വരികയും ചെയ്യുന്നു. അവളോട് ദേഷ്യത്തോടെ തന്നെ അവർ പറയുന്നുണ്ട്, നിന്നോട് ഒരു മുഖ്യമായ കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടേക്ക് വരുത്തിച്ചത്, ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ട് നീ എവിടെ വേണേലും പൊക്കോ. നീ എവിടെ പോയാലും എനിക്ക് യാതൊന്നും ഇല്ല, അത്രത്തോളം മോശമായൊരു പെൺകുട്ടിയാണ് നീ, നിനക്ക് ജന്മം നൽകിയിൽ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്ന കാസ്ട്രി പറയുന്നുണ്ട്. ഇതിൽ സൈൻ ചെയ്യാമെന്ന് ഹീറോയിൻ പറയണമെന്നാണ് വിചാരിക്കുന്നതെങ്കിലും മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ച് ചന്ദനത്തിരി ഒടിഞ്ഞ് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഉടനടി തന്നെ സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. കാരണം മുത്തശ്ശി എന്നെ അതിനെതിർക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഹീറോയിൻ അതിന് നോ പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തത്. എന്നാൽ പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു മുത്തശ്ശിയുടെ ലോയർ അവിടെ ഇരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഡോക്യുമെന്റ്സ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ലോയർ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ മെയ്ഡ് ആവട്ടെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഹീറോയിൻ കാണാതെ വിധം തന്നെ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നാൽ സി അവരുടെ ആ പ്രവൃത്തി കാണുകയും ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും മുത്തശ്ശിയുടെ എല്ലാ സ്വത്തുക്കളും ഹീറോയിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ലോയർ ആവട്ടെ ഈ വിവരം എല്ലാവരോടുമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിന്റെ അമ്മ അതിനെ എതിർക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാവും, എനിക്ക് പോലും തരാതെ എന്റെ അമ്മ അവൾക്കാണല്ലോ നൽകിയിരിക്കുന്നതെന്ന് അവരതിനെ എതിർക്കുന്നു.
തനിക്കിതിൽ എതിർപ്പുണ്ടെന്ന് ലോയറോട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇത് തന്നെയാണ് റൂൾസ് എന്നും നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ലോയർ അവിടെ വിട്ടു പോകുന്നു. സിയുടെ അമ്മ അവിടുന്ന് മാറിയ സമയത്ത് തന്നെ ലിന്ന ആവട്ടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിയാവട്ടെ നീ ജയിലിൽ പോയ സമയത്ത് നിന്റെ പേര് പറഞ്ഞു വിഷമത്തിലാണ് മരിച്ചു പോയിരിക്കുന്നത്. അവരെ ഒരു നോക്ക് വന്ന് കാണാൻ പോലും നിനക്ക് സാധിച്ചില്ല. അത്രത്തോളം മോശം പ്രവൃത്തി ചെയ്തിട്ടല്ലേ നീ ജയിലിലേക്ക് പോയെന്ന് പറഞ്ഞ് അവളെ കളിയൊക്കെ കൊണ്ട് അവൾ സംസാരിക്കുന്നു. വളരെയധികം ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ അവളെ അടിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ ലീ വന്ന് അവളുടെ കയ്യെ തടുക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ലിന്നാവട്ടെ ഹീറോയിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യോ, അറിയാതെ പറ്റിപ്പോയതാണ്, തന്റെ കൈ പെട്ടെന്നുള്ള ഫോഴ്സിൽ അങ്ങനെ ചെയ്തു പോവുകയാണെന്ന് അവൾ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ലീ അവിടെ നീ എന്തിനാ അവളെ അടിച്ചെന്ന മട്ടിൽ തന്നെ ദേഷ്യത്തിൽ അവളെ നോക്കുന്നുണ്ട്. അത് പിന്നെ അറിയാതെ പറ്റിപ്പോയതാണ്, തന്റെ കൈ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ അവള് പറയുന്നുണ്ടെങ്കിലും ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ചെയ്യേണ്ടതെല്ലാം നീ ചെയ്തിട്ട് എന്നെ അടിച്ച് എന്നെ ചോദിക്കുകയും തുടർന്ന് അവളുടെ കരണത്തൊരടിയൊടുക്കുകയും പിന്നീട് പൊതിരെ തല്ലുകയും ചെയ്യുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയത്, എന്നിട്ട് എന്നെ തന്നെ നീ ജയിലിലേക്ക് പറഞ്ഞയച്ചല്ലോ എന്ന് ചോദിച്ച് അവളെ പൊതിരെ തല്ലുന്നുണ്ട്. ലീ ആവട്ടെ തടയാനൊന്നും പോയില്ല. എന്തിനാണ് ഇവൾ ഇത്രമാത്രം ലിന്നിനെ ഉപദ്രവിക്കുന്നതെന്ന മട്ടിൽ തന്നെ അവരിരുവരെ നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം വളർത്തുമകളെ സിയയുടെ അമ്മ തന്നെ പിടിച്ചെടുന്നേൽപ്പിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. ലീ ആവട്ടെ സിയയെ പിടിച്ച് മാറ്റി തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നെ അടിക്കാനുള്ള ധൈര്യമുണ്ടായെന്ന് ചോദിച്ച ലിന്ന ആവട്ടെ കയറി ഹീറോയിനെ ഉപദ്രവിക്കാനായി വരുന്നുണ്ടെങ്കിലും ഒന്ന് സമാധാനപ്പെടുന്നു പറഞ്ഞ് ലീ ഇടയിലേക്ക് കയറുന്നു. അതുകൊണ്ട് തന്നെ അടി പറ്റുന്നത് ലീക്കാണ്. വളരെയധികം ദേഷ്യത്തോടെ തന്നെ ലീ ആവട്ടെ അവള് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓരോന്ന് ചെയ്തു കൂട്ടിയെന്നും പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ലിന്നിനോട് ചോദിക്കുന്നുണ്ട്. അതില് സി ആവട്ടെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അതൊന്നും നിന്റെ കണ്ണിൽ കാണില്ല. ഇവള് പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ച് എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടവനല്ലേ നീ എന്നൊക്കെ അവള് ചോദിക്കുമ്പോൾ ലിന്നാവട്ടെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ലീയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ നിങ്ങളോട് യാതൊന്നും സംസാരിക്കേണ്ട കാര്യം തനിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ വിട്ട് പോകാനും തുടങ്ങുന്നു. സിയ നീ എവിടേക്ക് പോവുകയാണ്, നീ ഇപ്പോൾ എവിടേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് ലീ തടയുന്നുണ്ടെങ്കിലും നീയൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നു. അവളുടെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടി ലിന്ന അവനെ തന്ത്രപൂർവ്വം തന്നെ തടയുകയും ഒരിക്കലും അവളെ വിശ്വസിക്കരുതെന്നും തന്റെ സഹോദരി ഇത്രത്തോളം മോശപ്പെട്ട ഒരാളാണെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവള് വാദിക്കുന്നു. പിന്നീട് ഹീറോയിൻ അവിടെ ആന്റിയുടെ അടുത്ത് പോയി കുഞ്ഞിനെ വാങ്ങിയിട്ട് അവരോട് നന്ദിയും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ജിയാങ് ആണെങ്കിൽ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോയ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് അവൻ അവളോട് അന്വേഷിക്കുന്നുണ്ട്. പോയ കാര്യങ്ങളെല്ലാം നടന്നു. അതുമാത്രമല്ല ഡിവോഴ്സ് എഗ്രിമെന്റ് ഞാൻ ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്നായിരുന്നു, അത് കണ്ടിരുന്നോ എന്ന് അവൾ അവനോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സി ഇതുവരെ അഗ്രിമെന്റ് കണ്ടിരുന്നില്ലേ, അത് എവിടെ പോയി എന്ന സംശയത്തിൽ തന്നെ അവൻ കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. ലീയുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങി ടേബിളിന് പുറത്ത് താൻ തന്നെയാണത് വെച്ചെന്നും അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. അവനിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഈ കാര്യത്തെപ്പറ്റി ലീ എങ്ങാണോ അറിഞ്ഞാൽ അവന്റെ പ്രൊഫഷനെ അത് ബാധിക്കുമല്ലോ എന്നും അവൾ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സഹോദരി, നിങ്ങൾ എത്രമാത്രം സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സഹായം ആവശ്യം വന്നാലും താൻ അത് ചെയ്യുമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. ഇത് അവൾക്ക് ഇമോഷണലി വല്ലാതെ ടച്ച് ആവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് വിട്ടേക്ക്, വേറൊരെണ്ണം തയ്യാറാക്കാം, നീ സേഫായി മാത്രം ഇരുന്നാൽ മതിയെന്ന് ജിയാങ്ങിനോട് അവൾ പറയുന്നുണ്ട്. വീണ്ടും ഡിവോഴ്സ് എഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കിയിട്ട് അവള് ലീയെ കാണാനായി പോകുന്നുണ്ട്. കുഞ്ഞിനെ ആവട്ടെ ജിയാങ്ങിനെയാണ് നോക്കാനായി ഏൽപ്പിച്ചിരുന്നത്. ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, പോയി വരുന്നവരെ കുഞ്ഞിനെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ജിയാങ് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ധൈര്യപൂർവ്വം തന്നെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുന്നുണ്ട്. ലീയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എങ്ങനെയാ ഞാൻ കടത്തിവിടുക എന്ന് ആശ്രയി ചോദിക്കുമ്പോൾ ഞാൻ ലീയുടെ വൈഫാണ്, അവന് ഡിവോഴ്സ് അഗ്രിമെന്റ് നൽകാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവനെ കോൾ ചെയ്ത് ഇത് അറിയിച്ചേക്കെന്ന് തന്നെ ഹീറോയിൻ നല്ല ധൈര്യത്തോടെ പറയുന്നു. ഇത് കേട്ട് അവിടെ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. എന്താ ബോസിന്റെ വൈഫോ, ഇവര് ബോസിന് ഡിവോഴ്സ് നൽകാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ എല്ലാവരും അടക്കം പറയുന്നുണ്ട്. ഈ വിവരം അസിസ്റ്റന്റ് മൂലം തന്നെ ലീ അറിയുന്നുണ്ട്. എന്നാൽ അവളെ ചെന്ന് കാണാൻ അവൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അവൻ അതൊട്ടും കാര്യമായി എടുത്തതുമില്ല. അവനാണെങ്കിൽ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ലീയെ കാണാത്തത് കൊണ്ട് തന്നെ ടൈം ഒരുപാടായി, ഞാനിതിൽ സൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രസിഡന്റിനോട് ഇതിൽ സൈൻ ചെയ്തിട്ട് എന്നെ കോൾ ചെയ്യാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അവൾ റിസപ്ഷനിൽ തന്നെ ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചിട്ട് തിരിച്ചു നടക്കുമ്പോൾ തന്നെ അവൾക്ക് എതിർവശത്തോടെ ജിയാങ് വരുന്നുണ്ടായിരുന്നു. അവൻ അവളെ കോൾ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് സംസാരിക്കുന്നത് ലീ കണ്ടാൽ അത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ജിയാങ് അവളെ കോൾ ചെയ്തത്. ലീ തന്നെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും കുഞ്ഞിനെ ആന്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ കോള് കെട്ടിയതിനു ശേഷം എന്തെന്നില്ലാത്ത ഒരു വിഷമം സിയുടെ ഉള്ളിൽ അനുഭവപ്പെട്ടു. മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാണ് ജിയാങ്ങിനെ അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ജിയാങ്ങിന് തന്റെ കള്ളങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ലീ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇതിനുള്ള പണിഷ്മെന്റ് തീർച്ചയായും നീ അനുഭവിച്ചേ മതിയാവൂ എന്ന് ജിയാങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ ജിയാങ് പറയുന്നുണ്ട്. എന്നാൽ ലീ ഉടനടി തന്നെ പറയുന്നുണ്ട്, ഇത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നമാണ്, ഇത്രയധികം പ്രശ്നങ്ങൾ വഷളാവാനുള്ള കാരണം തന്നെ നീയാണ്.
നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ എന്റെ വൈഫിന്റെ കൂടെ ഇങ്ങനെയൊക്കെ പെരുമാറാനെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുറിച്ചൊക്കെ അവൻ ചോദിക്കുന്നു. അതേസമയം തന്നെ ജിയാങ് ആവട്ടെ കുറച്ച് ധൈര്യം മനസ്സിൽ വരുത്തിക്കൊണ്ട് തന്നെ ലീയുടെ സ്വഭാവം എത്രത്തോളം മോശമാണെന്ന് ഉൾക്കൊണ്ട് തന്നെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് യാതൊന്നും അറിയില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് നിനക്ക് കുഞ്ഞിനെ കുറിച്ച് മാത്രം യാതൊന്നും അറിയാൻ സാധിച്ചില്ലേ, കുഞ്ഞ് എന്റെയും സിയയുടെയാണെന്ന് തന്നെ അവൻ ധൈര്യം സംഭരിച്ച് പറയുന്നുണ്ട്. സിയ കുഞ്ഞിനെ അവനിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നാൽ ആ ദേഷ്യത്തിലാവട്ടെ ലീ ജിയാങ്ങിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് തന്റെ വൈഫിനോട് ഇങ്ങനെ പെരുമാറിയെന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. നീയാണ് ആദ്യം നിന്റെ വൈഫിനെ നിന്നിൽ നിന്ന് അകറ്റിയത്, ഇപ്പോൾ അവളാണെങ്കിൽ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും ഒരിക്കൽ നീ ഇതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തിറങ്ങിയിട്ട് അവന്റെ കൈയും കാലും ഒക്കെ നല്ലവണ്ണം തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയാൻ ഇത്ര ധൈര്യപൂർവ്വം തന്നെ സാധിച്ചല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയും അതോടൊപ്പം തന്നെ സിയെ ഹെൽപ്പ് ചെയ്തല്ലേ മതിയാവൂ, കുഞ്ഞിനെ എന്തിരുന്നാലും അവനിൽ നിന്ന് മറിച്ചേ മതിയാവൂ, ഞാൻ പറഞ്ഞത് കള്ളത്തരമാണെങ്കിൽ പോലും തന്നെ ഈ നിലയിലെത്തിച്ച സിയയ്ക്ക് ഈ ഒരു ഉപകാരമെങ്കിലും താൻ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ അവൻ തന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം തന്നെ ലീ ആവട്ടെ ഞാനെന്തിനാണ് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്, അവള് ജിയാങ്ങിന്റെ കുഞ്ഞിനെ ജന്മം നൽകിയെന്ന് പറഞ്ഞ് അതിന് ഞാനെന്തിനാ റിഗ്രറ്റ് ചെയ്യുന്നേ എന്നൊക്കെ അവൻ ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ ജിയാങ്ങിന് കുറച്ച് ഡോക്യുമെന്റ്സ് ലഭിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ലീയുടെ കമ്പനിയിൽ നിന്ന് അവനെ പുറത്താക്കുകയും ഒരു ചെറിയ കമ്പനി റൺ ചെയ്യുമായിരുന്നല്ലോ അവൻ, അതിലെ പ്രോഫിറ്റ് കിട്ടാത്ത വിധത്തിൽ തന്നെ അതിലുള്ള ക്ലയൻസിനെയൊക്കെ പിരിച്ചുവിടുന്ന രീതിയിൽ തന്നെ ലീ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിരുന്നു. ഹീറോയിൻ അവിടെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് എന്നെ എന്തു പറ്റി ചെയ്യാൻ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവനോട് തിരക്കുന്നു. ഇതോടൊപ്പം തന്നെ തനിക്ക് വീട് വരെ നഷ്ടപ്പെട്ടു പോകുമെന്നും അതുമാത്രമല്ല നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിനോട് അവൻ നല്ല വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സിയയ്ക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. താൻ കാരണമാണല്ലോ അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നേന്ന് ഓർത്തിട്ട് താനും കുഞ്ഞും ഇവിടം വിട്ട് പൊക്കോളാമെന്നും അതിനുശേഷം അവന് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ഹീറോയിൻ പറയുന്നു. അതേസമയം തന്നെ ഉടനടി തന്നെ കുറച്ച് ക്ലയൻസിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന് കോൾ വരുന്നുണ്ട്. അങ്ങനെ അവൻ അവിടം വിട്ട് പോവുകയും ചെയ്യുന്നു. എല്ലാ ക്ലയൻസും പിരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇവരെങ്കിലും നിലനിർത്തിയേ മതിയാവൂ എന്ന് പറഞ്ഞാണ് അവൻ അവരെ മീറ്റ് ചെയ്യാനായി പോകുന്നത്. ക്ലയൻസ് ആണെങ്കിൽ അവനോട് ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കമ്പനി പോലും തരുന്നില്ലല്ലോ, ഡ്രിങ്ക്സ് കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ അലർജിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും കേൾക്കുന്ന മട്ടില്ലായിരുന്നു. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരൊന്നും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തന്നെ അവൻ മദ്യപിക്കുന്നുണ്ട്. പക്ഷെ അവൻ മദ്യപിക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് അവൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നു. സിയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഇന്റേൺ ആയിട്ടാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹവും കരുതലും അവളോട് അവൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ അലർജിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവരവനെ മദ്യപിക്കാനായി നിർബന്ധിക്കുന്നുണ്ട്. അന്ന് സിയെ ആവട്ടെ അവനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അവൻ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജിയാങ്ങിന്റെ ഫോട്ടോ കണ്ട് അവിടുത്തെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാനായി ഹീറോയിൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവനാണെങ്കിൽ ഇതിനോടകം ബോധം വരെ മറിഞ്ഞിരുന്നു. ഹീറോയിനാണെങ്കിൽ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ കുറച്ചു പേർ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ലീയുടെ വൈഫല്ലേ, ഒന്നില്ലെങ്കിൽ അയാളെ ഇപ്പോൾ തന്നെ കോൾ ചെയ്ത് വിവരം അറിയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അയാളെ മാനേജറെ വിളിച്ചെങ്കിലും ഈ വിവരം അറിയിക്കണമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ജിയാങ്ങിനെ ഇതിനോടകം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും നഴ്സ് ആവട്ടെ അവന് യാതൊരു പ്രശ്നമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് തന്നെ ഹീറോയിന്റെ മനസ്സിന് ശാന്തമാവുന്നുണ്ടെങ്കിലും അവളെ അന്വേഷിച്ച് അവിടെ ലീഡ് അസിസ്റ്റന്റ് എത്തുന്നു. അസിസ്റ്റന്റ് അവളോട് പറയുന്നുണ്ട്, മേഡം ജിയാങ്ങിന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ബോസ് തന്നെയാണ്. നിങ്ങളുടെ സഹോദരിയെ അടിച്ചില്ലേ, അവരോട് മാപ്പ് പറഞ്ഞാൽ തീർച്ചയായും ബോസ് നിങ്ങളോട് ക്ഷമിക്കുന്നതായിരിക്കും എന്ന് വന്ന് അറിയിക്കുന്നുണ്ട്. അതൊന്നും പറ്റില്ല എന്ന് പറയണമെന്ന് അവൾക്ക് തോന്നിയെങ്കിൽ പോലും ജിയാങ്ങിന്റെ അവസ്ഥ കണ്ടപ്പോൾ താൻ കാരണമാണല്ലോ അവനിങ്ങനെ ഒരു അവസ്ഥ വന്നേ എന്ന് ആലോചിച്ചിട്ട് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെങ്കിൽ അത് അവന് വേണ്ടി ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ അന്ന് ഈവനിങ് തന്നെ ലിയെ കാണാനും ലിന്നെ കാണാനും കമ്പനിയിലേക്ക് ചെന്നിട്ട് അസിസ്റ്റന്റിനോട് നിങ്ങൾ രാവിലെ പറഞ്ഞ കാര്യത്തിന് വന്നേ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബോസിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റായി ഈ ടൈമിൽ തന്നെ ലിന്നകത്തേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ സോറി എന്ന് അവളോട് പറയുകയും ചെയ്യുന്നു. അഹങ്കാരത്തോടെ ലിന്നാവട്ടെ ലീയുടെ പ്രവൃത്തികൾ ഇപ്പോഴാണ് പ്രവർത്തിച്ചതെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. ഈ സോറി മാത്രം പോരാ, 2 മണിക്കൂർ നേരം താഴെ മെയിൻ ഹാളിൽ ചെന്ന് മുട്ടൂത്തിയിരുന്നാൽ തീർച്ചയായും ജിയാങ്ങിനോട് ലീ ക്ഷമിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റ് കേൾക്കുകയും ചെയ്തിരുന്നു. ജിയാങ്ങിന് വേണ്ടിയിട്ട് ഹീറോയിൻ എല്ലാവരുടെയും മുമ്പിൽ മുട്ടൂത്തിയിരിക്കുന്നുണ്ട്. കാരണം ആരോരുമില്ലായിരുന്ന ടൈമില് ഹീറോയിനെ അവൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് അവിടെ ഇവരെല്ലാം ലീയെ ധരിപ്പിക്കുകയും ലീ അവിടേക്ക് വന്നിട്ട് എന്തിനാ നീ മുട്ടൂത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ കയ്യിൽ നിന്ന് വിട്, ഇതിനൊക്കെ കാരണം നീ തന്നെയല്ലേ, ദോ ആ നിൽക്കുന്നോളുണ്ടല്ലോ എന്റെ സഹോദരി 2 മണിക്കൂർ നേരം മുട്ടൂത്തിയിരുന്നാൽ നീ ഇനി ജിയാങ്ങിനെ ശല്യം ചെയ്യില്ല എന്നും അവനോട് ക്ഷമിക്കുമെന്നും പറഞ്ഞിരുന്നു. ഉടനടി തന്നെ ലിന്നു പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ എന്റെ മേലിൽ പഴി ചാരരുത്, സോറി പറയാൻ വന്നെങ്കിൽ അത് പറഞ്ഞിട്ട് പോവാൻ നോക്കുന്ന തന്നെ അവൾ പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ലീ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്.
നടന്ന സത്യങ്ങളെല്ലാം ലീയോട് പറയുകയും ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് അസിസ്റ്റന്റ് സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ശ്രദ്ധയോടെ തന്നെ ലീ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ അങ്ങ് എത്രത്തോളം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തെന്ന് നിനക്കറിയാമോ? ഞാനും നിന്റെ കുഞ്ഞും ആരോരുമില്ലാതെ നടു റോഡിൽ നിന്നപ്പോൾ അവൻ മാത്രമേ സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. അവനെ നീ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചല്ലോ എന്ന് പറയുമ്പോൾ തന്നെ, എന്താ നീ പറയുന്നത്? ആരുടെ കുഞ്ഞ്? എന്താ നീ ഇപ്പോൾ പറഞ്ഞേ എന്ന് ലീ അമ്പരപ്പോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. നീ വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ പറഞ്ഞത് കേട്ടിട്ട് എന്നെ തന്നെ നീ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ? എന്നെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇതിനൊക്കെ കാരണം തന്റെ സഹോദരിയാണ്. അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സഹോദരി തന്നെയാണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന മട്ടിൽ തന്നെ എല്ലാവരും അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ലിന്ന ആവട്ടെ ഉടനടി തന്നെ തന്റെ അഭിനയം ആരംഭിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ലീ ഇതൊന്നും വിശ്വസിക്കരുത്, ചേച്ചി കള്ളം പറയുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് നേരം മുട്ടുകുത്തി നിന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇതേ സമയം ബോധരഹിതയാവുന്നു. കുഞ്ഞെവിടെയാണെന്ന് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് അസിസ്റ്റന്റിനോട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. സിയെ പറഞ്ഞതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ ലിന്നിനോട് പറഞ്ഞിട്ട് തന്നെയാണ് അവിടം വിട്ടു പോകുന്നതും. അവിടെ നിന്ന് നേരെ സിയെ അവന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കണ്ണെടുക്കാതെ തന്നെ അവളെ പരിചരിച്ചുകൊണ്ട് അവൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞും അവിടെ തന്നെയുണ്ട്. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ ഇനി അമ്മയും നീയും എന്നോടൊപ്പം ഇവിടെ കഴിയാൻ പോകുന്നേന്ന് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇരുവരെയും നന്നായി നോക്കുമെന്ന് പറഞ്ഞ് അവന് നല്ല മാറ്റം വന്നതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. കാരണം അവൻ ഇതിനോടകം തന്നെ അവളോട് ഫീലിങ്സ് തോന്നാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഹീറോയിൻ അവൻ ചെയ്ത പ്രവൃത്തികളൊന്നും ക്ഷമിക്കാനോ മറക്കാനോ തയ്യാറല്ലായിരുന്നു. കുഞ്ഞിനും തനിക്കും അവനെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് കുഞ്ഞുമായി അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ മുത്തശ്ശി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തന്റെ ഗ്രാൻഡ് ഡോക്ടറെ കാണാൻ അനുവദിക്കാത്തതെന്ന് ചോദിച്ച് അവര് അസിസ്റ്റന്റിനെ വഴക്ക് പറയുകയായിരുന്നു. അപ്പോഴാണ് ഹീറോയിൻ കുഞ്ഞുമായി പുറത്തേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട വൃദ്ധയായ സ്ത്രീയാവട്ടെ, ഇതാ ക്ലീൻ ചെയ്യുന്ന ലേഡിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ശരിക്കും നീയാണോ എന്റെ ഗ്രാൻഡ് ഡോക്ടർ ഇൻ ലോ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നു. ഇതെന്റെ പേരക്കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് അവര് വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. അതിന് ഹീറോയിൻ ആവട്ടെ, മുത്തശ്ശി നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ കരുതിയതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. ദയവ് ചെയ്ത് എന്നെ തടയരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ കുഞ്ഞുമായി അവിടം വിട്ടു പോകുന്നു. അതിനുശേഷം മുത്തശ്ശി അവനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവളെ കുഞ്ഞുമായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റോഡിൽ ക്ലീൻ ചെയ്യുന്ന ജോലി വരെ ചെയ്തു എന്നവർ പറയുന്നുണ്ട്. അവൾ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. എന്റെ കമ്പനി സീക്രട്ടൊക്കെ ചോർത്തി എന്റെ എതിരാളിക്ക് നൽകി. അത് തെറ്റല്ലേ എന്നവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നീ അത് നേരിൽ കണ്ടോ? ആരോ പറഞ്ഞത് കേട്ട് സംശയിച്ച് നീ അവളെ ജയിലിലേക്ക് പറഞ്ഞയച്ചതല്ലേ? നീ തെറ്റ് തന്നെയാണ് ചെയ്തത്. നിന്റെ ലൈഫ് നീ തന്നെ സ്പോയിൽ ചെയ്തു. അവളോട് നീ മാപ്പ് പറയണം. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും ഹീറോയിനുമായി ഒന്നിക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവനെ നിർബന്ധിക്കുന്നു. തുടർന്ന് അസിസ്റ്റന്റിനെ കൊണ്ട് കമ്പനിയിലെ സീക്രട്ട് ചോർന്നതിന് സിയയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിപ്പിക്കുന്നു. അതിൽ നിന്ന് ലിന്നിനാണ് ലീയുടെ എതിരാളിയുമായി കോണ്ടാക്ട് ഉള്ളേ എന്നുള്ള സത്യം അവൻ കണ്ടെത്തുന്നുണ്ട്. ലീയിൽ നിന്ന് സിയെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് അവന്റെ എതിരാളിയെ സപ്പോർട്ട് ചെയ്തതും. കിട്ടിയ എവിഡൻസ് എല്ലാം ലീ പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് പോലീസിനെ കൊണ്ട് ലിന്നിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. സിയയുടെ അമ്മ ഈ കാഴ്ച കണ്ട് വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. ലിന്നാവട്ടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ലീയുടെ കാൽക്കൽ വീണ് യാചിക്കുന്നുണ്ട്. അറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ എന്നോടൊപ്പം കാണണമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തു പോയത് എന്നൊക്കെ പറഞ്ഞു. ഉടനടി തന്നെ ഹീറോയിന്റെ അമ്മയാവട്ടെ അവൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവളെ വെറുത്തതാണ്. ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. വളർത്തുമകൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവരവിടെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കണ്ടിട്ട് ലീക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത്. നിങ്ങൾ രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാം പിന്നിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് സിയയുടെ അമ്മയാണെന്നും പറഞ്ഞ് പോലീസിനെ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതേ സമയം തന്നെ അവന്റെ സഹായിൽ നിന്ന് അവന് കോള് ലഭിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് അവന്റെ കമ്പനിയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആവശ്യപ്പെട്ടത് ന്യായമായ കാര്യം തന്നെയാണ്. തെറ്റ് ചെയ്തത് ഞാനാണ്. ഓൾറെഡി സൈൻ ചെയ്തു വെച്ച എഗ്രിമെന്റ് അവിടെ ഉണ്ടല്ലോ, അത് അവൾക്ക് നൽകിയേക്കെന്ന് അവൻ പറയുന്നു. ഇത്ര എളുപ്പത്തിൽ തന്നെ ഡിവോഴ്സിന് അവൻ സമ്മതിച്ചതും ആ പേപ്പർ കൈമാറാൻ പറഞ്ഞതും വേറൊന്നും കൊണ്ടല്ല, കമ്പനിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം അവനെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മനസ്സിലവൻ വിചാരിക്കുന്നുണ്ട്, ഡിവോഴ്സ് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് അവൾക്ക് നൽകിയാൽ പോലും ഒരിക്കലും അവളുടെ ജീവിതത്തിൽ നിന്ന് അവൻ എവിടേക്കും പോകില്ല എന്ന്. പിന്നീട് മുത്തശ്ശിയുടെ മുഴുവൻ സ്വത്തുക്കളും ഹീറോയിന് ലഭിക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ലൈഫ് വല്ലാതെ മാറിപ്പോയിരുന്നു. കരിയറിൽ കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിൽ പോലും സിയെ ഇപ്പോൾ ലോയറായി തന്നെ വർക്ക് ചെയ്യുകയാണ്. ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒരു സഹായി എന്ന നിലയിൽ തന്നെ അവളോടൊപ്പം തന്നെ ജിയാങ് എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു. മകളെ നോക്കാനായി ഹീറോയിന് ഇപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നല്ലോ, അവരെ തന്നെ അവൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു. സിയ അവളുടെ മകളെ നല്ലപോലെ ഇത്രയും നാളും വളർത്തിയത്. എല്ലാ ജോലികളും നല്ലപോലെ തന്നെ നടന്നോ എന്ന് വളരെയധികം കെയറോടെ സ്നേഹത്തോടെ തന്നെ അവരോട് അവൾ തിരക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലീ എവിടേക്ക് വന്ന് അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സിറ്റിയിലെ തന്നെ വലിയൊരു ലോയറായി ഇതിനോടകം തന്നെ അവൾ മാറിക്കഴിഞ്ഞിരുന്നു. പോരാത്തതിന് ബെസ്റ്റ് ലോയറുടെ അവാർഡും കൂടി വാങ്ങിയാണ് എബ്രോഡിൽ നിന്ന് അവൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. ലീ ആവട്ടെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഫ്ലവർ ബൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒരു അന്യനെ പോലെ തന്നെ അവനോട് താങ്ക് യു പറഞ്ഞതല്ലാതെ ബൊക്കെ അവള് വാങ്ങിയില്ല.
ഉടനടി തന്നെ ലീയുടെ കയ്യിൽ നിന്ന് ആ ബൊക്കെയാവട്ടെ ജിയാങ് വാങ്ങുന്നുണ്ട്. അവനാവട്ടെ ദേഷ്യത്തോടെ ജിയാങ്ങിനെ നോക്കുകയും ചെയ്യുന്നു. ഞാനെന്ത് ചെയ്യാനാണ് സാർ, മേഡം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാനല്ലേ വാങ്ങണ്ടേ എന്ന് പറഞ്ഞ് ലീയെ അവൻ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവനെ മൈൻഡ് ചെയ്യാതെ തന്നെ ഹീറോയിൻ അവളുടെ മകളെയും കൂട്ടി മുമ്പോട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞിനെ ആവട്ടെ അവളുടെ അച്ഛനാണതെന്ന് നല്ലപോലെ അറിയാം. എന്നാലും അച്ഛൻ്റെ അടുത്തേക്ക് ആ കൊച്ചുകുട്ടി പോവില്ല. സിയയുടെ കൂടെ അവളുടെ മകള് നിൽക്കൂ. വേറൊന്നും കൊണ്ടല്ല, അവളുടെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് ആ കൊച്ചു പെൺകുട്ടിക്ക് നല്ലപോലെ തന്നെ അറിയാമായിരുന്നു. ഹീറോയിൻ ഇതേസമയം മനസ്സിൽ ചരിക്കുന്നുണ്ട്, എത്രത്തോളം മോശമായി നീ എന്നെ ട്രീറ്റ് ചെയ്താലും എന്റെ ലൈഫിൽ വീണ്ടും നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം എനിക്ക് ഉണ്ടാവുകയും നല്ലൊരു ലോയറായി തന്നെ മടങ്ങി വരാനും എനിക്ക് സാധിച്ചത്. അങ്ങനെ ഹീറോയിൻ തനിച്ച് കുഞ്ഞുമായി പോരാടി അവളുടെ ജീവിതത്തിൽ സക്സസ് ആയി തിരിച്ചെത്തിയിരിക്കുകയാണ്. ലീയുടെ തെറ്റുകൾ ക്ഷമിച്ച് വീണ്ടും അവനെ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ അവൾ ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അവൻ ചെയ്ത പ്രവൃത്തിയോർത്ത് ജീവിതകാലം മുഴുവൻ അവൻ വേദനിച്ച് തന്നെ കഴിയട്ടെ എന്ന് അവൾ കരുതുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാതെ തനിച്ച് കുഞ്ഞുമായി പോരാടിയവളാണ് സിയ. ജീവിതത്തിൽ ഉയർച്ച നേടിയപ്പോൾ തന്നെ സഹായിച്ചവരെയൊന്നും അവൾ ഒട്ടും മറന്നതുമില്ല. അവരെയെല്ലാം കൂടെ കൂട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരു എൻഡിങ്ങിലാണ് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുന്നത്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിബ, ഫാത്തിമ മറിയം, ഫാത്തിമ ഫിൽസ, ദിയ, ഇസ, അൻഷ, ഷഫ, ഷഹാല, ലൈല, ദിവ്യ, ആവണി, ഹിസ, ഫാത്തിമ, നിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാവരും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. മറക്കാതെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ പറയുക. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.